Debate with Dr. Arun Kumar. 2 ഡസൻ വെട്ടേറ്റ എമ്പുരാൻ തളർന്നിരിപ്പല്ല. നിറഞ്ഞ സദസ്സിൽ സ്പെഷ്യൽ ഷോകളുമായി നിറഞ്ഞോടുകയാണ് കേരളക്കരയിലും പുറത്തും. ഒരു ആവറേജ് മസാല ആക്ഷൻ ലാൽ സിനിമയായി കളം വിടേണ്ട സിനിമയെ 200 കോടി ക്ലബിലെത്തിച്ച ആ രാഷ്ട്രീയ വിവാദം സുരേഷ് ഗോപി പറയും പോലെ ഒരു ബിസിനസ് തന്ത്രമായിരുന്നു. അങ്ങനെയെങ്കിൽ 5 ലേഖനങ്ങൾ ഈ സിനിമ പുറത്തെഴുതിയ RSSന്റെ മുഖപത്രം ഓർഗനൈസറിന്റെ റോൾ എന്താണ്? കത്രിക വെച്ചാലും വർഗീയതയുടെ രാഷ്ട്രീയ കൃഷിഭൂമിയിൽ വിളവെടുപ്പിനിറങ്ങുന്നവരിൽ വീണ കാറമായുമോ? ബജ്രംഗി എന്ന നരോദ പാട്യ ഭീകരനെ ബൽദേവാക്കിയാൽ ചരിത്രം വഴിമാറുമോ? 200-ലധികം പെൺകുട്ടികളും ഗർഭിണികളും ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊലക്കിരയായതിന്റെ പ്രതീകാത്മക ചിത്രങ്ങൾ വെട്ടിമാറ്റിയാലും കൗസർ ബാനുവും ബിൽക്കിസ് ബാനുവും ഓർമ്മയിൽ നിന്നുമായുമോ? എമ്പുരാൻ അതിന്റെ രാഷ്ട്രീയ ദൗത്യം പൂർത്തിയാക്കിയോ? ഇനി വരും രാഷ്ട്രീയ തിരക്കഥകൾക്കുള്ള മുന്നറിയിപ്പോ എമ്പുരാനെതിരെയുള്ള സമ്മർദ്ദ തന്ത്രം? അതോ എല്ലാം ഒരു ബിസിനസ് സമ്മർദ്ദം? PMR ഷോ CPM പ്രതിനിധി വലത് നിരീക്ഷകൻ മിഥുൻ വിജയകുമാർ, അഡ്വക്കേറ്റ് C ഷുക്കൂർ നടനും അഭിഭാഷകനും സംവിധായകൻ MA നിഷാദ് എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ ചേരുന്നത്. ആദ്യം മിഥുൻ വിജയകുമാറിലേക്ക്. മിഥുൻ, ഗുഡ് ഈവനിങ്. ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ മിഥുൻ. സുരേഷ് ഗോപി പറഞ്ഞത് ഇത് ജനങ്ങളുടെ സൈക്കിയെ മനോനിലയെ ഇളക്കി വിട്ട് നേടിയ ഒരു ബിസിനസ് തന്ത്രം എന്നാണ്. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ മിഥുൻ? ഞാൻ ആ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നു അരുൺ. കാരണം ഇപ്പൊ പലപ്പോഴും സിനിമകൾ എഴുതുന്ന സമയത്ത് തന്നെ സിനിമയുടെ മാർക്കറ്റിംഗ് ടീമും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ടീമും ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം മാർക്കറ്റിംഗ് ടീമിന്റെ ആവശ്യം അനുസരിച്ചാണ് സ്ക്രിപ്റ്റ് പോലും ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ഈ സിനിമയുടെ ആക്ച്വൽ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഈ സിനിമ താങ്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് മനസ്സിലാവും അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ഒന്നും അല്ല ഈ സിനിമയ്ക്കുള്ളത്. ഈ സിനിമ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ ആ ഒരു കോൺട്രവേഴ്സിയുടെ എലിമെന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ആ കോൺട്രവേഴ്സിയുടെ എലിമെന്റ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക എന്നത് ഈ സിനിമ പ്രൊഡ്യൂസറുടെയും അല്ലെങ്കിൽ സിനിമയുടെ ബാക്ക് എൻഡിൽ പ്രവർത്തിച്ച ആളുകളുടെ ആവശ്യമായിരുന്നു. അവർ ഈ ഒരു ഔട്ട്പുട്ടാണ് അവർ പ്രതീക്ഷിച്ചത്. അവർ പ്രതീക്ഷിച്ച ഒരു ഔട്ട്പുട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. അവർക്ക് ഒരു റവന്യൂ ജനറേഷൻ മോഡലായിട്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റി. അവർ സക്സസ്ഫുൾ ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ആളുകളുടെ സെന്റിമെന്റിനെ ഹേർട്ട് ചെയ്യുന്ന ഒരു എലിമെന്റ് അതിൽ കൊണ്ടുവരിക, അതുമൂലം ഒരു വലിയ രീതിയിലുള്ള ഡിസ്കഷൻ ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് അതിനെ കൊണ്ടൊരു റവന്യൂ ജനറേഷൻ ആക്കി, അതിനെ ഒരു റവന്യൂ ജനറേഷൻ മോഡലാക്കി അതിനെ മാറ്റുക. ശരി, അങ്ങനെയാണെങ്കിൽ മിഥുൻ വിജയകുമാർ, ഇതിൽ RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ റോൾ എന്താണ്? നമുക്ക് ഓർഗനൈസറിന്റെ അഭിപ്രായം പറയാം. അതിൽ എഴുതുന്നവരുടെ ലേഖകരുടെ അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ പാടില്ലേ? ഒരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് സ്വീകരിക്കണം. ഓർഗനൈസറിൽ എഴുതുന്നവർ അവരുടെ അഭിപ്രായങ്ങൾ എഴുതുന്നു. അപ്പൊ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അതിന്റെ ക്രിറ്റിസിസം അതേപോലെ തന്നെ വരും. അപ്പൊ ഒരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ക്രിയേറ്റീവ് ഫ്രീഡം ആണെങ്കിൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുക എന്നത് അവരുടെ ഫ്രീഡമാണ്. അപ്പൊ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എല്ലാ ഭാഗത്തും. അതായത് ഈ ബിസിനസ് തന്ത്രത്തിൽ RSSും ഓർഗനൈസറും അറിയാതെ ഭാഗഭാക്കാകുകയായിരുന്നു. അവഗണിച്ച് കളയേണ്ട ഒരു സിനിമയെ അവഗണിച്ച് കളയേണ്ട ഒരു ആവറേജ് ആക്ഷൻ സിനിമയെ യഥാർത്ഥത്തിൽ ഈ 200 കോടി ക്ലബിലേക്ക് എത്തിച്ചതിന് പിന്നിൽ RSSന്റെ ഓർഗനൈസറിന് ഒരു നിർണായക പങ്കില്ലേ? അല്ല, അങ്ങനെ വേണമെങ്കിൽ അതിനെ താങ്കൾക്ക് അങ്ങനെ വേണമെങ്കിൽ കാണാം. പക്ഷെ പബ്ലിക് സെന്റിമെന്റിനെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ പ്രതികരിക്കും എന്നതൊരു ഫാക്ട് ആണ്. അതിപ്പോ ഏത് സിനിമ വന്നാലും, ഇപ്പോ കേരള സ്റ്റോറി വന്നപ്പോൾ പ്രതികരിച്ചില്ലേ? പക്ഷെ കേരള സ്റ്റോറിക്ക് അത് ഭയങ്കര എന്താ പറയുക, കേരളത്തിൽ ഭയങ്കര നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഒരു വലിയ മൈലേജ് ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ ഈ മൈലേജ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ആക്ട് ആയിരുന്നു ഉദ്ദേശിച്ചതെങ്കിൽ അതിൽ അവർ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓർഗനൈസറിൽ അതിൽ പങ്കുണ്ടോ? ഓർഗനൈസർ ആക്ച്വലി അവരുടെ സെന്റിമെന്റ് എന്താണെന്നുള്ളത് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ സിനിമയെ വിമർശിക്കുന്നു. ഈ പബ്ലിക് സെന്റിമെന്റ്സ് ഹർട്ടായി എന്ന് പറഞ്ഞല്ലോ, ഏത് സെന്റിമെന്റ്സ് ആണ് ഹർട്ടായത്? ഈ സിനിമയ്ക്കെതിരെ പ്രതികരിക്കുന്ന ഓരോ വ്യക്തിയുടെയും സെന്റിമെന്റ് അരുൺ, അതിപ്പോ ഏതെങ്കിലും ഒരു സംഘടനയുടെ സെന്റിമെന്റ് മാത്രം ഹേർട്ട് ആവണമെന്നില്ല. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് RSSോ BJPയോ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. BJP തന്നെ പറഞ്ഞത് എന്താ പറയുക, ഈ സിനിമയ്ക്ക് അവർക്ക് ഒരു പ്രശ്നമില്ല, സിനിമയുടെ വഴിക്ക് പോട്ടെ, ഞങ്ങൾക്ക് ഇതിലുമായിട്ട് ഒരു പ്രശ്നമില്ല എന്നാണ് BJP വളരെ ഒഫീഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. RSSന്റെ പ്രശ്നമില്ല, BJPക്ക് പ്രശ്നമില്ല, രാജീവ് ചന്ദ്രശേഖരന് പ്രശ്നമില്ല. ആർക്കാണ് പ്രശ്നം? സാധാരണ ജനങ്ങൾക്കാരാണ് അരുൺ പ്രശ്നം. ഇവിടെ സാധാരണ ജനങ്ങൾ, അവരിൽ ആരെയാണ് താങ്കൾ കണ്ടത്? ഒരാളെ മേജർ റിവ്യൂ ആണോ? എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു. എന്നെ പോലുള്ള ഒരുപാട് ആളുകൾക്ക് പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ ഈ സിനിമ കണ്ടിട്ട് സിനിമ ഇഷ്ടപ്പെടാതെ സിനിമയിൽ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയം കുത്തി നിറച്ച് ഒരു ക്യാരക്ടറിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് താങ്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിലെ ആ ഒരു സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ക്യാരക്ടറിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം ഇൻസേർട്ട് ചെയ്തൊരു പ്ലോട്ടാണത്. ശരി, ഈ കഥാപാത്രത്തിൽ അല്ലെങ്കിൽ ഈ സിനിമയുടെ തിരക്കഥയിൽ എല്ലാം സാങ്കല്പികമാണെങ്കിൽ കൂടി യാഥാർത്ഥ്യത്തിന്റെ എലമെന്റ് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അയഥാർത്ഥമായിട്ട് താങ്കൾക്ക് തോന്നിയത് എന്താണ് മിഥുൻ? ഇതിലെ കൗസർ ബാനുവിനെ റെപ്രസെന്റ് ചെയ്ത ആ ഗർഭിണിയായ സ്ത്രീ യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രമല്ലേ? ഈ ബാബു ബജ്രംഗി എന്ന് പറയുന്നത് നരോദ പാർട്ടിയിലെ കൊടും ഭീകരനല്ലേ?
അയാളുടെ പേര് ഒരു സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന് യോജിക്കുന്നു എന്ന് വന്നാൽ അതിനെ എന്തിനാണ് എതിർക്കുന്നത് മിഥുൻ? അല്ല അരുൺ, ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ടൊരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ആ ഡിസ്ക്ലെയിമർ പറയുന്നുണ്ട് ഇതുമായിട്ട് എന്തെങ്കിലും സാദൃശ്യം തോന്നിക്കഴിഞ്ഞാൽ ഇറ്റ്സ് പ്യുവർലി അൺഇൻറ്റൻഷണൽ എന്ന്. അപ്പം താങ്കൾ പറഞ്ഞ ഇന്റൻഷൻ ഉണ്ടായിരുന്നു എന്നാണോ? അല്ലല്ല, ഇന്റൻഷൻ എന്റെ ചോദ്യം അത് സാങ്കല്പികമാണെങ്കിലും അത് യാഥാർത്ഥ്യമാണെങ്കിലും താങ്കൾ എന്താണ് വിശ്വസിക്കുന്നത്? ആ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്ന പലതിനും ഞാൻ വിശ്വസിക്കുന്നത് യാഥാർത്ഥ്യവുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ്. നമുക്ക് ഗോദ്രയെ ഒരു ജനോസൈഡായി ചിത്രീകരിച്ചുകൊണ്ട് അതിലെ വില്ലൻ മീൻസ് അതിലെ തീവ്രവാദിയായ ക്യാരക്ടറിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നോക്കിയത്. ഗോദ്ര ഒരു റൈറ്റ് അല്ലേ? ഗോദ്ര ഒരു ജനോസൈഡ് അല്ലല്ലോ. ഗോദ്ര റൈറ്റ് ആണ്. അതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കൃത്യമായ നമ്പേഴ്സും ഉണ്ട്. അപ്പം രണ്ട് ഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നരോദ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് ആരാണ് മിഥുൻ? അല്ല, 700 ചില്ലാനാണ് നമ്പേഴ്സ്. അല്ല, 97. നരോദ പാർട്ടിയിൽ 97, നരോദ ഗ്രാമിൽ 11. ഞാൻ പറയുന്നത് രണ്ട് ഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു നരോദ പാർട്ടിയിൽ എവിടെയാണ് ഹിന്ദു കൊല്ലപ്പെട്ടത്? ഞാൻ ചോദിക്കട്ടെ, ഈ ട്രെയിൻ ഇൻസിഡന്റ് ഉണ്ടായത് എവിടെ നിന്നാണ്? അതല്ല, ഗോദ്രയിൽ 57. അതിനുശേഷമുള്ള നരോദ പാർട്ടിയിൽ കൊല്ലപ്പെട്ടവരിൽ എത്ര ഹിന്ദുക്കൾ, എത്ര മുസ്ലിങ്ങൾ? അരുൺ, താങ്കൾക്ക് ഇതിനെ ഗോദ്രയിലേക്ക് എത്തിക്കാനാണെങ്കിൽ നമുക്ക് ഗോദ്രയുടെ വിഷയം ചർച്ച ചെയ്യാം. ഇല്ല, ഗോദ്രയിലേക്കാണെങ്കിൽ അവിടെ മറ്റു റിപ്പോർട്ടുകളുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ അതിൽ ചോദിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. എന്റെ ചോദ്യം ഇതാണ്, നരോദ പാർട്ടിയിലെ ഇതിൽ വില്ലന്റെ പേര് മാറ്റുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ അർത്ഥമാക്കുന്നത്? അവിടെ എവിടെയാണ് നമ്മുടെ ഇപ്പോൾ ആ ബൽരാജിന്റെ പേരാക്കി മാറ്റിയിരിക്കുന്ന ഈ ബജ്രംഗി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പേര് ബാബു ബജ്രംഗി എന്ന യഥാർത്ഥ നരോദ പാർട്ടിയിലെ വില്ലൻ കഥാപാത്രത്തോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമാണ് എന്നതിൽ മിഥുൻ വിജയകുമാറിന്റെ സെന്റിമെന്റ്സ് ഹട്ടാവോ? 97-ൽ 70 പേരോളം ഈ ബാബു ബജ്രംഗിയുടെ നേരിട്ടുള്ള കൈകൾ കൊണ്ടാണ് കൊല ചെയ്യപ്പെട്ടത്. 21 വർഷം ശിക്ഷിക്കപ്പെട്ടു, പലതവണയും പരോളിലാക്കപ്പെട്ടു, ഇപ്പോഴും ജാമ്യത്തിലാണ്. കാരണം കണ്ണു കാണാൻ വയ്യാത്തതുകൊണ്ട് 6 തവണ തുടർച്ചയായിട്ട് ജാമ്യത്തിൽ വിട്ടു. അയാൾക്ക് വേണ്ടി ജഡ്ജിയെ മാറ്റി. തെഹൽക്കയുടെ സ്വകാര്യ റെക്കോർഡിങ്ങിൽ ഇയാളുടെ ശബ്ദങ്ങൾ പതിഞ്ഞു. എന്താണ് കണ്ടതെന്ന് നമ്മൾ അറിഞ്ഞു. മിഥുൻ്റെ സെന്റിമെന്റ്സ് ഇതിൽ ബാബു ബജ്രംഗി എന്ന പേര് വരുമ്പോൾ ഹട്ടാകാൻ സാധ്യതയുണ്ടോ മിഥുൻ, ഇതേപോലെ ഒരു കൊലയാളിയുടെ? അരുൺ, ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ഒരുപാട് റയറ്റ്സ് ഉണ്ട്. നമ്മുടെ കൊൽക്കത്ത കില്ലിങ്സ് മുതൽക്ക് ഗോത്ര വരെയുള്ള സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ അതൊക്കെ ചിത്രീകരിച്ച് നമുക്ക് വേണമെങ്കിൽ പബ്ലിക് സെന്റിമെന്റ്സ് എപ്പോഴും ഹേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കാം. എല്ലാ കാലത്തും അത് ചെയ്തുകൊണ്ടേയിരിക്കാം. വിദ്യാസമ്പന്നനായ യുവാവിന്റെ സെന്റിമെന്റ്സ് ബാബു ബജ്രംഗിക്കൊപ്പമാണോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. ബാബു ബജ്രംഗി വില്ലനോ നായകനോ ചരിത്രത്തിൽ? ബാബു അതൊക്കെ ഒരു ഡയറക്ടറുടെ വിഷ്വലൈസേഷൻ ആണ്. ചരിത്രത്തിൽ ബാബു ബജ്രംഗി വില്ലനോ നായകനോ? അതെങ്ങനെയാണ് ഒരു സിനിമയെ ചരിത്രവുമായിട്ട് താങ്കൾ ഇത്ര? സിനിമയല്ല, ഞാൻ ചരിത്രത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. ബാബാ ബജ്രംഗി എന്ന് പറയുന്ന ബാബുഭായ് പട്ടേൽ എന്ന് പറയുന്ന നരോദ പാർട്ടി കൊലപാതകത്തിലെ കൊടും ഭീകരനായി ഞാൻ കരുതുന്നയാൾ മിഥുൻ നായകനാണോ വില്ലനാണോ? അത് താങ്കളുടെ പെർസ്പെക്റ്റീവ് ആണ്. താങ്കളുടെ പെർസ്പെക്റ്റീവ് പറയൂ മിഥുൻ. അല്ല, നരോദ പാർട്ടിയിലെ ബാബു ബജ്രംഗി വില്ലനാണോ നായകനാണോ? ബാബു ബജ്രംഗി ഈ സിനിമയിലെ വില്ലനാണ്. ഈ സിനിമയല്ല. സിനിമ അവിടെ നിൽക്കട്ടെ. ഞാൻ ചരിത്രത്തെ കുറിച്ചാണ് ചോദിച്ചത് മിഥുൻ. നരോദ പാർട്ടിയിൽ 21 വർഷം ശിക്ഷാവിധിയുള്ള, ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട, ഇപ്പോൾ ജാമ്യത്തിലുള്ള ഈ ബാബു ബജ്രംഗി ചരിത്രത്തിൽ വില്ലനാണോ നായകനാണോ? നോക്കൂ, ഗോത്ര ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട കൊലപാതകം നടത്തിയിട്ടുള്ള ഓരോ വ്യക്തിയും അതിലെ വില്ലൻ തന്നെയാണ്, ഹിസ്റ്ററിയിലെ വില്ലനാണ്. അവരെ ജസ്റ്റിഫൈ ഒന്നും, അവർക്കൊരു ജസ്റ്റിഫിക്കേഷൻ ഒന്നും ഞാൻ കൊടുക്കില്ല. ഞാൻ പറഞ്ഞത് ഈ സിനിമയെ മിഥുനെ പോലുള്ളവർക്ക് അത് ഹട്ടാവേണ്ട കാര്യമില്ല. ബാബു ബജ്രംഗി എന്ന പേര് മ്യൂട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല. ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം കൂടെ കേൾക്കൂ. ബാബു ബജ്രംഗി എന്ന് പറയുന്ന വാക്കിന് പല ഇക്വേഷൻസ് ഉണ്ട്. അത് ഹിന്ദുക്കൾക്ക് അവരുടെ ഹനുമാനുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ബജ്രംഗി എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ്. അപ്പൊ ബജ്രംഗിയെ വെറും ഒരു ബാബു ഈ പറഞ്ഞ പോലെ താങ്കൾക്ക് ഒരു വില്ലൻ കഥാപാത്രമായി നമ്മൾ രാമായണ കഥയല്ലല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മിഥുൻ. നമ്മൾ ഈ ഗോദ്രയും അതിനെ തുടർന്ന് വരുന്ന സംഭവങ്ങളുമാണ് ആ സിനിമയിൽ പല ഘട്ടങ്ങളിലായിട്ട് ചിത്രീകരിക്കുന്നത്. ആ സിനിമയുടെ പശ്ചാത്തലത്തിൽ ബജ്രംഗിക്ക് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, അത് ബാബു ബജ്രംഗിയാണ്. അത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. പറയൂ, ഇത് സിനിമയാണോ അതോ ഹിസ്റ്ററി ആണോ? ഇത് സിനിമയാണെങ്കിൽ സിനിമയെ പോലെ കാണാം, ഇത് ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ കാണാം. ഞാൻ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ കാണുന്ന ഒരു സിനിമയാണ്, ഞാൻ ചരിത്ര പശ്ചാത്തലത്തിൽ കാണുന്ന ഒരു സിനിമയാണത്. അല്ല, പക്ഷേ അതിന്റെ പ്രൊഡ്യൂസറും ആയിക്കോട്ടെ, അത് പ്രൊഡ്യൂസറിന്റെ പെർസ്പെക്റ്റീവാണ്. ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് പറയുന്നു. ആ പെർസ്പെക്റ്റീവിൽ ഗോദ്രയുടെയും നരോദ പാർട്ടിയുടെയും പശ്ചാത്തലത്തിലുള്ള ഈ ബാബു ബജ്രംഗി ഒരു വില്ലനാണെന്ന് ഞാൻ പറയുന്നു. മിഥുനും അത് സമ്മതിക്കുന്നു. നമ്മൾ തമ്മിൽ യഥാർത്ഥത്തിൽ തർക്കമില്ല മിഥുൻ. ബാബു ബജ്രംഗി ചരിത്രത്തിലെ വില്ലനാണെന്ന് മിഥുൻ സമ്മതിക്കുന്നു, ഞാനും സമ്മതിക്കുന്നു. ചരിത്രത്തിലെ വില്ലനെ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ നായകനാക്കേണ്ടതുണ്ടോ എന്നത് മാത്രമേ എന്റെ ചോദ്യമുള്ളൂ മിഥുൻ.
അരുൺ, താങ്കൾക്ക് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായും താങ്കളുടെ പെർസ്പെക്റ്റീവ് ആണ്, അതിനെ അംഗീകരിക്കുന്നു. പക്ഷെ അങ്ങനെ താങ്കൾക്ക് പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ അത് ഡിസ്ക്ലൈമറിൽ പറയുന്നുണ്ട്, അത് താങ്കളുടെ മാത്രം പെർസ്പെക്റ്റീവ് ആണ്. അതാണ് ഞാൻ മിഥുൻ വിജയകുമാറിനോടും ഈ പബ്ലിക് സെന്റിമെന്റ്സ് ഹർട്ട് ചെയ്തു എന്ന് മിഥുൻ പറയുന്ന സംഘപരിവാർ അനുകൂല നിരൂപകരോടുമുള്ള എന്റെ ചോദ്യം അതാണ്. ചരിത്രത്തിലെ വില്ലനായ ഒരാളെ സിനിമയിൽ വില്ലനായി ചിത്രീകരിക്കുമ്പോൾ എന്തിനാണ് നമ്മുടെ പബ്ലിക് സെന്റിമെന്റ്സ് ഹേർട്ട് ചെയ്യുന്നത്? ഉദാഹരണത്തിന് നാഥുറാം വിനായക് ഗോഡ്സെ ചരിത്രത്തിൽ വില്ലനാണ്, അയാൾ സിനിമയിൽ വില്ലനായി നാഥുറാം വിനായക് ഗോഡ്സെ എന്ന പേര് ഉപയോഗിച്ചാൽ മിഥുന്റെ സെന്റിമെന്റ്സ് ഹേർട്ട് ചെയ്യോ? ഇല്ലല്ലോ. എന്റെ സെന്റിമെന്റ്സിനെ ഹേർട്ട് ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അരുൺ, ഇതിൽ NIA പോലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് മിഥുന്റെ കൺസേൺ എനിക്ക് മനസ്സിലായി. NIA എന്ന പേര് ഉപയോഗിച്ച് ഞാൻ അതിലേക്ക് വരാം രണ്ടാം ഘട്ടത്തിൽ. ഇതിനങ്ങ് മറുപടി പറയൂ. ഇതിൽ അങ്ങയുടെ സെന്റിമെന്റ്സ് ഹേർട്ട് ആയിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ ഈ ബാബു ബജരംഗി എന്ന പേര് മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണോ താങ്കളുടെയും ടേക്ക്? അത് ഇവിടുത്തെ ഹിന്ദു സെന്റിമെന്റിനെ പലർക്കും ബാബു ബജരംഗിയെ പിന്തുണയ്ക്കുന്ന ഹിന്ദു ഇന്ത്യയിൽ ആരാണ്? ബാബു ബജരംഗിയെ പിന്തുണയ്ക്കുന്ന ബാബുഭായ് പട്ടേൽ എന്ന് പറയുന്നയാളെ സ്ത്രീകളെ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ മുസ്ലിം കമ്മ്യൂണിറ്റിക്കുള്ളിൽ കടന്നു കയറി അവരുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറുകൾ തുറന്ന് ആ വീടിനെ കത്തിച്ച് ചാമ്പലാക്കിയ ഈ ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജരംഗിയെ പിന്തുണയ്ക്കുന്ന ഹിന്ദു ആരാണ് മിഥുൻ? താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞോട്ടെ, ഒന്ന് കേൾക്കൂ, ഒന്ന് ശാന്തമായി കേൾക്കൂ. താങ്കൾ ചോദിച്ചൊരു ചോദ്യം, താങ്കളുടെ പെർസ്പെക്റ്റീവ് ആണ് ഈ പറഞ്ഞ ബാബു ബജരംഗി എന്ന് പറയുന്നത് ആ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടറുമായി താങ്കൾക്ക് ഇക്വേറ്റ് ചെയ്യാൻ തോന്നുന്നു. അത് താങ്കളുടെ പെർസ്പെക്റ്റീവ് ആണെന്ന് സിനിമയുടെ ഡിസ്ക്ലൈമർ പറയുന്നുണ്ട്. സിനിമയുടെ ഡിസ്ക്ലൈമർ കൃത്യമായി പറയുന്നുണ്ട്. അവർക്ക് അതുമായിട്ട് ആരുമായിട്ട് താങ്കൾക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അത് താങ്കളുടെ കുഴപ്പമാണ്, അത് അവരുടെ കുഴപ്പമല്ല. അങ്ങനെ ഒരു ഇക്വേഷൻ താങ്കൾക്ക് താങ്കൾ അങ്ങനെ വിശ്വസിച്ചോളൂ. പക്ഷെ അങ്ങനെ അല്ലാതെ ബജരംഗി എന്ന് പറയുന്ന വാക്കിന് ഒരു ഹിന്ദു മീനിങ് ഉണ്ട്. അതിന് ഹിന്ദു കോണ്ടെക്സ്റ്റിൽ വായിച്ചു നോക്കുകയാണെങ്കിൽ പല ഡിവൈൻ മീനിങ്സും ഉണ്ട്. അപ്പൊ ആ ബജരംഗി എന്ന് പറയുന്ന അയ്യപ്പനും കോശിയും എന്നൊരു സിനിമയിൽ അയ്യപ്പനൊരു ഹിന്ദു മീനിങ് തോന്നി എന്നൊരാൾക്ക് തോന്നിയാൽ പബ്ലിക് സെന്റിമെന്റ്സ് ഹർട്ടാവൂ? സോറി, അയ്യപ്പനും കോശിയും എന്നൊരു സിനിമയിൽ അയ്യപ്പൻ എന്നുള്ളതൊരു ഹിന്ദു ദൈവത്തിന്റെ പേരാണെന്ന് തോന്നിയാൽ ഈ നാട്ടിൽ ഒരു സിനിമ എടുക്കാൻ പറ്റുമോ മിഥുൻ? ആ പബ്ലിക് സെന്റിമെന്റ്സിലേക്ക് മിഥുനെ പോലെയുള്ള ഒരാൾ എങ്ങനെ സപ്പോർട്ട് ചെയ്തത് മനസ്സിലാവാത്തത്? അല്ല, അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞ സിനിമയിൽ അയ്യപ്പൻ അങ്ങനെ മോശമായി ചിത്രീകരിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പിന്നെ ഒരു ലാർജർ സെന്റിമെന്റിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. എനിക്കോ താങ്കൾക്കോ അല്ല ഏതോ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് തോന്നിയതല്ല, ഒരു കൂട്ടം ആളുകൾക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അതൊരു കുഴപ്പമായിരിക്കാം. അതിനെ അങ്ങനെയും കാണാം. കാരണം എന്റെയോ താങ്കളുടെ പെർസ്പെക്റ്റീവ് രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം, വെട്ടിമാറ്റിയ വിഷയം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചരിത്രത്തെ തിരസ്കരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണല്ലോ. അതിന്റെ ഭാഗമായി ചോദിച്ചു എന്നേ ഉള്ളൂ. ചരിത്രത്തിലെ വില്ലൻ സിനിമയിലും വില്ലനാകുന്നതിൽ ആർക്കാണ് പരിഭവം എന്നുള്ള എന്റെ ചോദ്യം. PM ഷോ ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനോനില ഇളക്കിവിട്ട് ലാഭം കൊയ്യാനുള്ളൊരു ബിസിനസ് തന്ത്രം എന്ന നിലയിലാണ്. ഒരു ആവറേജ് സിനിമയായി മാത്രം തിയേറ്ററുകളിൽ കളം വിടേണ്ട ഈ സിനിമ 200 കോടി ക്ലബിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഇതിന് പിന്നിൽ വിവാദമുണ്ടാക്കിയവർക്കുണ്ടോ എന്നുള്ളതാണ്. സുരേഷ് ഗോപി എൻ്റെ പേര് ആ ടൈറ്റിൽ കാർഡിൽ നന്ദി പറയാൻ വേണ്ടി ഉപയോഗിക്കരുതെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതും ഒരു ബിസിനസ് പ്രൊമോഷൻ്റെ ഭാഗമായ ഒരു പ്രതികരണത്തിലാണോ യഥാർത്ഥത്തിൽ? അറിഞ്ഞോ അറിയാതെയോ? ഒരു നിലയ്ക്കും ഞാൻ അങ്ങനെ കരുതുന്നില്ല എന്ന് മാത്രമല്ല, എങ്ങനെയാണ് 2025 സംഘപരിവാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ നവഫാസിസം സമൂഹത്തിൽ ഇടപെടുന്നത് എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതായത് സമൂഹത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാംസ്കാരിക ഇടപെടലിനെ, ഒരു ശബ്ദത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഭരണകൂടത്തിൻ്റെതായ പ്രത്യക്ഷത്തിലുള്ള ഒരു ഉപകരണവും വേണ്ട, ഞങ്ങൾ വിതയ്ക്കുന്ന ഭയം മാത്രം മതി എന്ന് സംഘപരിവാർ നമ്മുടെ മുൻപിൽ കാണിച്ചു തരാണ്. ആ നിലയിലേക്കുള്ള ഇടപെടലാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ വളരെ രസമുണ്ട്. ഇപ്പോൾ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള വലതു നിരീക്ഷകൻ്റെ വാദം കേൾക്കുന്നതിന് വേണ്ടി അതൊരു കേവലം സിനിമ മാത്രമാണ് അതിൻ്റെ ഡിസ്ക്ലൈമറിൽ ഉണ്ടല്ലോ, നിങ്ങളെന്തിനാ അതിനെ ചരിത്രത്തോട് കൂട്ടിക്കെട്ടുന്നത് എന്നുള്ള നിലയിലേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വാദം വരുമ്പോൾ വളരെ രസമുണ്ട് കേൾക്കാൻ. കാരണം കഴിഞ്ഞ 3 ദിവസമായി ഇക്കൂട്ടരുടെ വാദങ്ങൾ ഇതൊന്നും ആയിരുന്നില്ല. ആ ചലച്ചിത്രം പുറത്തേക്ക് വന്ന ഏറ്റവും ആദ്യം ആക്രോശവുമായി പുറത്തേക്ക് ഇറങ്ങിയത് RSSൻ്റെ നേതാക്കളായിരുന്നു. കേരളത്തിലെ എണ്ണം പറഞ്ഞ് സാധാരണ ഇത്തരത്തിലൊരു വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ BJP നേതാക്കളാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങുകയെന്നുണ്ടെങ്കിൽ ഇത്തവണ RSSൻ്റെ നേതൃത്വമായിരുന്നു ഏറ്റവും ആദ്യം ആക്രോശങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങിയത്.
അതിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ പ്രതീക്ഷിച്ചിരുന്നൊരു കണ്ടന്റേ ആയിരുന്നില്ല. ഇത്തരത്തിലൊരു കണ്ടന്റ് സമകാലിക ഇന്ത്യയിൽ ഒരു ചലച്ചിത്രത്തിനകത്ത്, അതും ഇതുപോലെ പാൻ ഇന്ത്യൻ സിനിമയ്ക്കകത്ത്, ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടത്തിനകത്ത് ഈ നാട്ടിലെ ഈ രാജ്യത്തെ സിനിമാ പ്രേമികളാകെ കാത്തിരിക്കുന്ന ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടാകുമെന്നുള്ളത് അവരൊരു ഘട്ടത്തിലും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് ആദ്യഘട്ടം മുതലുള്ള അവരുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നേരത്തെ വലത് നിരീക്ഷകൻ സൂചിപ്പിച്ചു ചില വിമർശനങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളത്. ആർക്കൊക്കെയോ ആയിരുന്നു വിമർശനം, പബ്ലിക്കിനായിരുന്നു വിമർശനം, കണ്ട ആളുകൾക്കായിരുന്നു വിമർശനം എന്നൊക്കെയാണ് ഇപ്പോഴുള്ള അവരുടെ ഭാഷ്യങ്ങൾ. എന്തൊക്കെയായിരുന്നു വിമർശനമായിരുന്നു ഉയർന്നു വന്നത്? വിമർശനമായിരുന്നില്ല, വിദ്വേഷ പ്രചരണമായിരുന്നു ഉയർന്നു വന്നത്. വലിയ ആൾക്കൂട്ട വിചാരണയാണ് ഈ ദിവസങ്ങളിൽ നടന്നത്. അതിന് നേതൃത്വം കൊടുത്തത് ഈ നാട്ടിലെ BJPയുടെ നേതാക്കളുണ്ടായിരുന്നു. ആ BJPയുടെ നേതാക്കളിൽ ചിലരാണ് യുവമോർച്ചയുടെ സംസ്ഥാന നേതാവാണ് പറഞ്ഞത് പൃഥ്വിരാജിന് IS ബന്ധമുണ്ട്, അദ്ദേഹത്തിന് തീവ്രവാദ ഫണ്ടിങ് ഉണ്ട്. കഴിഞ്ഞ തവണത്തെ അവരുടെ BJPയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ പറഞ്ഞത് മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി എടുത്തു കളയണം. അതേപോലെ തന്നെ BJP ഏറ്റവും ഒടുവിൽ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന ഭാരവാഹി അദ്ദേഹം പറഞ്ഞത് എന്താ? മല്ലിക സുകുമാരൻ അവരുടെ മരുമകളെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി തയ്യാറാകണം. ഈ നിലയ്ക്കുള്ള നെറികെട്ട ആക്രോശങ്ങളായിരുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഓർഗനൈസർ 4 ലേഖനങ്ങൾ ഈ 3 ദിവസത്തിനിടയിൽ എമ്പുരാനുമായി ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്യുന്ന നിലയുണ്ടായി. ഈ 4 ലേഖനങ്ങളുടെ ആകെ തുക എന്താ? ആകെ തുക എന്നുള്ളത് ഒന്നവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പൃഥ്വിരാജും അദ്ദേഹത്തിന്റെ ക്രൂവും രാജ്യവിരുദ്ധരാണ്. രണ്ടാമതായി അവർ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പൃഥ്വിരാജ് തീവ്രവാദിയാണ്, അദ്ദേഹത്തിന് തീവ്രവാദ ബന്ധമുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി തങ്ങൾക്കെതിരായ ശബ്ദങ്ങളോട് എങ്ങനെയാണോ ഇക്കൂട്ടം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും പുതിയ രൂപമാണ്. ഓർഗനൈസർ മുതൽ പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഓർഗനൈസർ പറയുന്നത് അത് ഓരോ കഥാസന്ദർഭങ്ങളെ എടുത്തുകൊണ്ട് പറയുന്നു. ബാക്കി അദ്ദേഹത്തിന്റെ മുൻ സിനിമകളെ കുറിച്ചുള്ള നിലപാട് പോട്ടെ. ഇതിൽ ഈ പ്രധാന കഥാപാത്രം പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന് ജെയ്ഷെ മുഹമ്മദുമായിട്ടും ലഷ്കർ ഇ തൊയ്ബയുമായിട്ടും അവരുടെ കുപ്രസിദ്ധ ഭീകരന്മാരുടെ പേരുകൾ അടർത്തിയെടുത്ത് ഒരു പേരുണ്ടാക്കി ഒരു നായക നടൻ കൊടുക്കുന്നു. ആ നായക നടൻ ചരിത്രത്തെ ഓർമ്മിപ്പിക്കും വിധത്തിൽ എങ്ങനെയാണോ ഖർഗോഷ് എന്ന് പറയുന്ന ഇറാഖിലെ ഒരു പള്ളിയിൽ ISIS തീവ്രവാദികൾ ആക്രമണം നടത്തിയത്, സമാനമായ സാഹചര്യത്തിൽ ഒരു ആക്രമണം വ്യത്യസ്തമായൊരു കോണ്ടെക്സ്റ്റിൽ നടത്തുന്നു, അവിടെ ഒരു കുരിശൊടിഞ്ഞു വീഴുന്നു. ആ ചിത്രങ്ങളുമൊക്കെ ക്രിസ്ത്യൻ സെന്റിമെന്റ്സിനെ കൂടി യഥാർത്ഥത്തിൽ മുറിവേൽപ്പിക്കില്ലേ എന്നാണ് ഓർഗനൈസർ ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരം ചില രംഗങ്ങൾ ബോധപൂർവം ഈ അടർത്തിയെടുക്കുമ്പോൾ ISISനെ പോലെയുള്ള തീവ്രവാദ സംഘടനകളെ ന്യായീകരിക്കുന്നുണ്ടോ എന്നതാണ് ഓർഗനൈസർ ചോദിക്കുന്ന ചോദ്യം. അല്ല, ഇതിൽ ഡോക്ടർ അരുൺ ഈ ചിത്രം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ 2 തവണ ഈ സിനിമ കണ്ടു. അതിൽ ആ നിലയിൽ ഇപ്പോൾ ഒരു വർഗീയതയെയും ഈ സിനിമയുടെ വളരെ കോറായിട്ടുള്ള ഒരു മെസ്സേജ് ഈ പറഞ്ഞ പോലെ മതത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ചിലർ എന്നുള്ളത് തന്നെയാണ്. എല്ലാ വർഗീയ ഇടപെടലുകളെയും വളരെ കൃത്യമായി തള്ളിപ്പറയുന്നതിന് വേണ്ടിയും അത് തെറ്റാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ഈ സിനിമയുടെ നിർമ്മാതാക്കൾ, ഈ സിനിമ ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിച്ച ആളുകൾ നല്ല ജാഗ്രത കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് 2 തവണ സിനിമ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ ഇപ്പോൾ RSSന്റെ മുഖപത്രം റിസർച്ച് ചെയ്തതിനേക്കാൾ വലിയ റിസർച്ച് ഇപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ അല്ലെങ്കിൽ ഇന്നിപ്പോൾ നടന്നിട്ടുള്ള എഡിറ്റ് കാണുമ്പോൾ എന്തെല്ലാമായിരുന്നു ഇക്കൂട്ടരെ ഭയപ്പെടുത്തി എന്നുള്ളത് ക്ലാരിറ്റി വരികയാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും അധികം എഡിറ്റ് നടന്നിട്ടുള്ളത് ബാബാ ബജ്റംഗിയായി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരാണ്. ആ പേരിനെ ഇവർ ഭയപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ തലമുറയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനകത്തുള്ള ഒരു വലിയ ശതമാനം ഈ പറഞ്ഞ ഗുജറാത്ത് കലാപത്തിൻ്റെ വലിയ ആഴങ്ങളിലേക്ക് കടന്നു പോയിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ബാബു ബജ്റംഗി എന്ന് പറയുന്ന തീവ്രവാദിയെ പരിചിതമല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്കൊക്കെ ഇദ്ദേഹത്തെ ഈ ക്രിമിനലിനെ പരിചയപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെയൊക്കെ മുൻപിലേക്ക് ബോധപൂർവം ഈ കാലഘട്ടത്തിൽ സംഘപരിവാർ ഇന്ത്യയിൽ മായ്ച്ചു കളയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ചരിത്രത്തിലെ ഏടുകൾ വീണ്ടും ഓർമ്മപ്പെടുത്തി എന്ന വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ദൗത്യം ഈ സിനിമ ഏറ്റെടുത്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതിലേക്ക് കൂടി വരാം. എനിക്ക് ആ പോയിന്റിൽ നമുക്കൊരു തുടർ ചർച്ച ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ സിനിമ സംഘപരിവാറിനെ എക്സ്പോസ് ചെയ്തോ ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് എന്നുള്ളതാണ്. ഇനി വരും ദിനങ്ങളിലും വെട്ടിമാറ്റിയാലും ബാബു ബജ്റംഗിയും ഈ കൗസർ ബാനുവും ബിൽക്കിസ് ബാനുവും നരോദ പാട്ടിയും ഒപ്പം ഗോദ്ര സംഭവവും അഹമ്മദാബാദ് റയട്ടും ഒപ്പം ഹിരൺ പാണ്ഡ്യനും ഒപ്പം ഇവരെ സഹായിച്ച IB ഉദ്യോഗസ്ഥനും അതോടൊപ്പം ഇവരെ സഹായിച്ച ഭരണകൂട ഏജൻസിയും എങ്ങനെയാണ് മതത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കെട്ടുന്നത് എന്നുള്ളതുമെല്ലാം കേരളം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു, തിരിച്ചറിയുന്നുണ്ട്. സംഘപരിവാറിൻ്റെ സ്ത്രീവിരുദ്ധത വിത്തിൻ ഇൻവേർട്ടഡ് കോമ
ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ സ്ത്രീകളോടുള്ള അതിക്രമം, ഇത്തരം കാര്യങ്ങളെല്ലാം എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു ആവറേജ് ആക്ഷൻ സിനിമ എന്നതിൽ നിന്ന് ഇതിനെ ഒരു വിവാദ സിനിമയാക്കി മാറ്റിയതിലൂടെ 200 കോടി ക്ലബിലേക്ക് എത്തിച്ചു എമ്പുരാനെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം. ഇതൊരു ബിസിനസ് സമ്മർദ്ദമാണെന്നാണ് സുരേഷ് ഗോപി, ഒരു ബിസിനസ് തന്ത്രമാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഓർഗനൈസർ പറയുന്നത് തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന സിനിമയാണെന്നാണ്. എന്താണ് വസ്തുത? PM ആർഷോ, CPM പ്രതിനിധി, മിഥുൻ വിജയകുമാർ വലത് നിരീക്ഷകൻ, അഡ്വക്കേറ്റ് C ഷുക്കൂർ അല്പസമയത്തുള്ള നമുക്കൊപ്പം ജോയിൻ ചെയ്യും. MA നിഷാദ് സംവിധായകനുമുണ്ട് നമുക്കൊപ്പം. MA നിഷാദ്, ഇന്ന് RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ 5ാമത്തെ ലേഖനം വന്നു. ഒരു സിനിമയിൽ ഏതെങ്കിലും ഒരു കലാസൃഷ്ടിയെക്കുറിച്ച് RSS തുടർച്ചയായിട്ട് ലേഖനം എഴുതുന്നത്, കേരളക്കരയെക്കുറിച്ച് ഒരു ലേഖനം എഴുതുന്നത് 5 തവണ തുടർച്ചയായിട്ട് എഴുതുന്നത് ആദ്യമായിട്ടാണ്. ഏറ്റവും ഒടുവിൽ പറയുന്നത് ഇത് തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന സിനിമയാണ് എന്നാണ്. MA നിഷാദ്, താങ്കൾ ആ സിനിമ കണ്ടിട്ടുണ്ടാകുമല്ലോ. ആ സിനിമ കണ്ടപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നി? സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഇത് പണമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുടിലതന്ത്രമാണോ ഈ വിവാദം? ഈ പണമുണ്ടാക്കാനുള്ള ഒരു കുടിലതന്ത്രമായിരുന്നെങ്കിൽ ഒരിക്കലും RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ ഇത്രമാത്രം വേദനയോടുകൂടി 5 ലേഖനങ്ങൾ എഴുതത്തില്ലായിരുന്നു. അപ്പോൾ ആർക്കൊക്കെയോ ഇത് പൊള്ളിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഇതൊന്ന് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടതാണ്. അതിനെ ഒരു സിനിമയായിട്ട് തന്നെ കാണണമെന്നാണ് BJPയുടെ നേതാക്കന്മാർ ആദ്യം പറഞ്ഞത്. ശ്രീ MD രമേശിനെ പോലെയുള്ള ആളുകൾ വളരെ പക്വതമായിട്ടുള്ള ഒരു ഡയലോഗാണ് പറഞ്ഞത് തുടക്കത്തിൽ തന്നെ. ഇതൊരു സിനിമയാണ്, സിനിമയായി കണ്ടാൽ മതി. ആ തരത്തിലത് പോയിരുന്നെങ്കിൽ ഇത്രമാത്രം വിവാദമാവത്തില്ലായിരുന്നു, ജനങ്ങളിലേക്ക് ഇത് എത്തത്തുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്ക് ഇത് കാണണമെന്നുള്ള ത്വര ഭയങ്കരമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ 2K കുട്ടികൾ, അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇപ്പോഴുള്ള +2 കുട്ടികൾ പോലും യൂട്യൂബിൽ ബിൽക്കീസ് ബാനു എന്ന് അടിച്ചു നോക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ ആ സിനിമ അതിൻ്റെ ധർമ്മം പാലിച്ചു എന്നുള്ളതാണ് സത്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, 2002 ഈ സംഭവത്ത് ഗുജറാത്തിലെ ഈ കൂട്ടക്കൊല നടക്കുമ്പോൾ ജനിച്ചിട്ട് പോലുമില്ലാത്ത കുട്ടികൾ, അവിടെ മനുഷ്യരൂപമുള്ള ചെകുത്താന്മാർ ഒരു സ്ത്രീയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും അതോടൊപ്പം അതൊക്കെ സത്യമാണല്ലോ, അത് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ. അത്രയും കാര്യങ്ങൾ ക്രൂരമായ ഒരു വർഗീയ കലാപം അഴിച്ചുവിടുകയും ആ വിഷയങ്ങളെല്ലാം ഇന്ന് ജനങ്ങൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചരിത്രത്തെ ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല. എല്ലാത്തിനും 2 പക്ഷമുണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു വിഷയം ഇത്രയും വലിയൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന് എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി മാറുന്നു. ഇപ്പോൾ ഓർഗനൈസർ പോലെയുള്ളൊരു പത്രം തീർച്ചയായിട്ടും ഭരിക്കുന്ന പ്രസ്ഥാനത്തിന് താങ്ങി നിൽക്കുന്ന RSSന്റെ പത്രമാണ്. അവർ 1, 2, 3, 4, 5ാമത്തെ ദിവസമാണ് ഈ ലേഖനം എഴുതുന്നത്. ഈ ലേഖനം എഴുതുന്നുകൊണ്ടുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊരു ഈ ജനങ്ങളിലേക്ക് കൂടുതൽ ഒരു സിനിമ എത്തുകയും സിനിമയ്ക്കുള്ളിൽ കിടക്കുന്ന എത്ര വെട്ടിമാറ്റിയാലും ഇനി ഈ സിനിമ അറിയാൻ പോകുന്നത് ആ വെട്ടിമാറ്റലിലൂടെയായിരിക്കും. തീർച്ചയായിട്ടും ഇത് ശ്രീ സുരേഷ് ഗോപി, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹം സംഘപരിവാറിൻ്റെ MP ആണ്, അല്ലെങ്കിൽ BJPയുടെ MP ആണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് പറയാൻ. പക്ഷെ ഞാനത് ഖണ്ഡിക്കുകയാണ്. കാരണം ഇതൊരു ബിസിനസ് തന്ത്രമാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് അതിൻ്റെ പിന്നാലെ ഇത്രയും കാര്യത്തിലേക്ക് ഇവർ ഇറങ്ങേണ്ടത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയില്ലേ? അപ്പോൾ അത് നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ ജനങ്ങൾക്ക് പലർക്കും ആ കാലത്ത് ജനിച്ചിട്ട് പോലുമില്ലാത്ത കുട്ടികൾ പോലും എന്താണ് സംഭവമെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് സത്യം പറഞ്ഞാൽ അത് പലർക്കും പൊള്ളും. ആ പൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് പ്രേക്ഷകരിലെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ ശതമാനം ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണല്ലോ 200 കോടി ക്ലബിലേക്ക് ഈ സിനിമ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ചരിത്രമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ പ്രബുദ്ധ കേരളത്തിൽ നിന്ന് ഒരാൾ ഇന്ന് ഹൈക്കോടതിയിൽ എമ്പുരാൻ നിരോധിക്കണം അല്ലെങ്കിൽ എമ്പുരാൻ തടയണം എന്ന് പറഞ്ഞൊരു ഹർജി കൊടുത്തു. ഹർജി കോടതി ഫയൽ സ്വീകരിച്ചില്ല. കോടതി പറഞ്ഞത് ഇതൊക്കെ അറ്റൻഷൻ സീക്കിംഗ് ആണെന്ന് പറഞ്ഞ് അയാളുടെ ഹർജി തള്ളി. അത് തള്ളിക്കഴിഞ്ഞപ്പോൾ BJPയുടെ ജില്ലാ കമ്മിറ്റി തന്നെ അയാളെ പുറത്താക്കിയെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ആരാണ് ഈ സിനിമയ്ക്ക് മാർക്കറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഫക്റ്റഡ് പാർട്ടീസ് തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ, MA നിഷാദ്, ഈ ഗോദ്രയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, നരോദ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, അഹമ്മദാബാദ് റേറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, നിരവധി കൃതികൾ, നിരവധി സിനിമകൾ, നാടകങ്ങൾ, ഡോക്യുമെൻ്ററികളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ രാം കെ നാം എന്നു പേരുള്ള ആനന്ദ് പട്വർദ്ധൻ്റെ വളരെ വിഖ്യാതമായിട്ടുള്ള ഡോക്യുമെൻ്ററി ഉണ്ട്. അതേപോലെ ഗോദ്ര ട്രെയിൻ ബേണിങ്ങിൻ്റെ പശ്ചാത്തലത്തിലെടുത്ത ചാന്ദ് ബുജ് ഗയ എന്ന് പറയുന്ന സിനിമയുണ്ട്, കായ്പൂച്ചെ എന്ന് പറയുന്ന സിനിമയുണ്ട്. ആ സിനിമകൾക്കൊന്നും ബാധകമല്ലാത്ത ഒരു വലിയ സമ്മർദ്ദം
ഈ സിനിമയ്ക്കെതിരെ വരാനുള്ള കാരണം താങ്കൾ പറഞ്ഞതുപോലെ ആ പൊള്ളലായിരിക്കുമോ? പക്ഷേ ആ പൊള്ളലാണെങ്കിലും ആ പൊള്ളലിനെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് സത്യം വിളിച്ചു പറഞ്ഞ സിനിമയെന്ന് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നിന്ന് ആ സിനിമയെ പ്രതിരോധിക്കുമ്പോൾ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ കാണിക്കേണ്ട ഒരു മിനിമം മര്യാദ ഈ സിനിമയിൽ കത്രിക വെക്കാതിരിക്കലായിരുന്നില്ലേ? കത്രിക വെച്ചതോടുകൂടി നമ്മളുടെ പ്രതീക്ഷ ഇതിന് അണിയറ പ്രവർത്തകർ നശിപ്പിച്ചു എം നിഷാദ്. അല്ല, അതിനെപ്പറ്റി എനിക്ക് പറയാൻ കഴിയില്ല. ഓരോരുത്തർക്കും വ്യക്തിപരമായ കാര്യങ്ങൾ. ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ പറ്റി കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും അവരുടെ പിന്നെ നിർമ്മാതാവ് തന്നെ പറയുന്നത് അവർക്ക് സമ്മർദ്ദമില്ല എന്നാണ്. പക്ഷേ അത് ഞാൻ എന്താ അതിനകത്ത് പറയുന്നത്? സമ്മർദ്ദമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുമല്ലോ വരികളുടെ ഇടയിലൂടെ വായിച്ചു കഴിഞ്ഞാൽ. കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. കാര്യം എന്താ പറഞ്ഞാൽ കൂടുതൽ അവരെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും മുരളി ഗോപിയുടെ മൗനം ഒരു പക്ഷേ ഇതിനൊന്നും വശംബദ്ധനാകാതെ അയാളുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ നിമിഷം വരെ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിരുന്നു. ഞാനത് നോക്കുകയായിരുന്നു. 7ഓളം ഇടങ്ങളിൽ നിന്നാണ് ഈ ബാബു ബജരംഗി എന്ന പേര് എടുത്തു മാറ്റിയിരിക്കുന്നത്. 4 രംഗങ്ങളിൽ നിന്നാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഈ കൗസർ ബാനുവിൻ്റേതടക്കമുള്ള ബലാത്സംഗ കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ എടുത്തു മാറ്റിയിരിക്കുന്നത്. NIA എന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ആ ഏജൻസിയുടെ പേര് മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എത്രയോ സിനിമകൾ CBI, ഇന്റലിജൻസിനെ, അതേപോലെ പോലീസിനെ, എന്തിന് അധിപൻ എന്ന സിനിമയിലാണെന്ന് തോന്നുന്നു മോഹൻലാൽ ഇൻകം ടാക്സ് റെയ്ഡ് ഉദ്യോഗസ്ഥരെ കൊണ്ട് മുഴുവൻ തിരഞ്ഞതിന് ശേഷം എടുത്തു വെപ്പിക്കുന്നത് ചിത്രീകരിച്ചിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത ഒരു വിപ്രാളം, ഒരു വിഭ്രാന്തി NIA എന്ന് കേൾക്കുമ്പോൾ ഇവർക്ക് എന്താണ് ഉണ്ടാവുന്നത്? NIA കുറിച്ചൊരു സിനിമ ഉണ്ടാക്കാൻ പാടില്ലേ? NIA തെറ്റായ രീതിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു എന്നൊരു സിനിമയിൽ പ്രമേയം വന്നാൽ അതെങ്ങനെയാണ് പെട്ടെന്ന് ദേശദ്രോഹമാകുന്നത്? ശ്രീ നൗഷാദ്. നിഷാദ്, വിഷയം എന്താന്ന് പറഞ്ഞാൽ ഈ രാജ്യസ്നേഹത്തിന്റെ അട്ടിപ്പേറാവകാശമൊക്കെ പലരും കൈവച്ചിരിക്കുകയാണല്ലോ. നമുക്കറിയാമല്ലോ സ്വാതന്ത്ര്യ സമരരംഗത്ത് എത്രമാത്രം അവർ അതിനകത്ത് ഇടപെട്ടു എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഇതൊക്കെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. പക്ഷേ ഇതിനകത്ത് താങ്കളിപ്പോൾ ഒരു കേന്ദ്ര ഏജൻസിയുടെ പേര്, ഈ ബാബു പട്ടേൽ, ഇതിൻ്റെ മുഖ്യ സൂത്രധാരകൻ അല്ലെങ്കിൽ അതിനകത്ത് മുഖ്യപ്രതി, അത് നമ്മളിനി എത്ര കട്ട് ചെയ്ത് കഴിഞ്ഞാലും യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ പഴയ ഒരു ഇൻ്റർവ്യൂ നടന്ന് കറങ്ങുന്നുണ്ട്. ഇത് മറച്ചു വെച്ച് കുഴിച്ചു മൂടിയ സംഭവങ്ങളൊക്കെ നേരെ തിരിഞ്ഞു വരികയല്ലേ. ഇത് ചരിത്രത്തിൽ എത്രമാത്രം മറച്ചു വെക്കാൻ പറ്റും? ഈ മറച്ചു വെക്കുന്നതൊക്കെ ഒരു ദിവസം സുപ്രഭാതത്തിൽ പെടുമ്പോൾ കുട്ടികൾ ഇത് കാണും. ഇത് ജീവിതത്തിൽ ഇതിനെപ്പറ്റി അറിയാത്ത അരാഷ്ട്രീയവാദികളെന്ന് നമ്മൾ കുറ്റം പറയുന്ന കുട്ടികൾ പോലും ഈ വിഷയങ്ങളെല്ലാം കണ്ട് എന്താണ് യഥാർത്ഥ സംഭവം എന്ന് മനസ്സിലാക്കുന്നത്. ഇതിനാണ് ഭയപ്പെടുന്നത്. ഈ സംഭവമാണ് അത്ര ഒരു നറേറ്റീവ് പല കാലാകാലങ്ങളായിട്ട് കൊണ്ടുവരുന്നതിൽ ഒരു വലിയ കളങ്കമായി തീരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ സാധ്യതകളെ ഇല്ലാതാക്കുന്നു എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഉറപ്പാണ്. യാതൊരു സംശയം, പുതിയ തലമുറ പ്രത്യേകിച്ച് യാതൊരു സംശയമില്ല. കാര്യം എന്താ? അല്ല, തീർച്ചയായിട്ടും. കാര്യം ഞാനത് അവിടെ ഈ BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അവരുടെ ഐഡിയോളജിയുമായിട്ടൊന്നും എനിക്ക് യോജിക്കുന്നില്ല. പക്ഷേ ഇവിടെ വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. ആ സമയത്ത് ഇതുപോലത്തെ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ശ്രീധരപിള്ളയെ പോലെയോ അല്ലെങ്കിൽ CK പത്മനാഭനെ പോലെയോ PP മുകുന്ദനെ പോലെയോ ഉള്ളവർ ഇതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നുണ്ട്. അന്നൊന്നും ഇത്രയും വർഗീയപരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തിനാണ് ഞാനിപ്പോഴും ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ MT രമേശിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു. വളരെ പക്വതയോടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റല്ല അദ്ദേഹം നടത്തിയത്. അത് നമ്മൾ ഇതിപ്പോൾ സത്യം ആര് പറഞ്ഞാലും BJP-ക്കാർ പറഞ്ഞാലും നമ്മളത് ശ്ലാഘനീയമാണെങ്കിൽ നമ്മൾ അഭിനന്ദിക്കുക തന്നെ. അത് യാതൊരു സംശയമാണ്. ഇപ്പോൾ ഇവരെ പറഞ്ഞു തീർത്തോളൂ. ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു ദയനീയ കാഴ്ചയാണ് കണ്ടത്. അത് എന്ത് കാഴ്ച ആയിക്കോട്ടെ, ഇപ്പോൾ ദയനീയ കാഴ്ച എന്ന് പറയുന്നതാണ് എനിക്ക് ആഗ്രഹം. കാരണം മറ്റൊന്നുമല്ല, വർഗീയത കട തുറക്കുന്നത് ശരിയല്ല കേരളത്തിൽ. അതിനി ആരായാലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും കാസ വർഗീയതയാണെങ്കിലും ഈ ഒരു ഒറ്റ വർഗീയതയും നമ്മുടെ മണ്ണിൽ വെച്ചു പുലർത്താൻ പറ്റത്തില്ല. അതിലെങ്കിലും നമ്മൾ നിപ്പയും കൊറോണയും അതുപോലെ തന്നെ പ്രളയത്തെയും അതിജീവിച്ചവരാണ്. നമ്മൾ ഈ വർഗീയ കക്ഷികളെ നമ്മൾ അതിജീവിക്കുക തന്നെ വേണം. കാര്യം കേരളം എന്നും മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതാണ്. ഇവിടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ വന്നില്ലേ? പച്ച നുണയല്ലേ എഴുതിക്കൊണ്ടിരുന്നത്. ആ കേരള സ്റ്റോറിക്ക് വേണ്ടി എത്രമാത്രം ഈ കാര്യങ്ങൾ അവർ ചെയ്തു. അപ്പൊ അതൊക്കെ കണ്ടതല്ലേ? ദൂരദർശനിലൂടെ തന്നെ കാണിപ്പിക്കുകയും ചെയ്തു നമ്മളെ. അതെ.
കാണിക്കുകയും ചെയ്തു. ഇതിപ്പോൾ ഏറ്റവും രസകരമായ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് കൊണ്ടായിരിക്കും എനിക്ക് ഇതിൽ ആക്രമണം വരുന്നത്. ഇതൊക്കെ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ചർച്ചയ്ക്ക് എൻ്റെ ഒരു പുതിയ സിനിമയുടെ ഡിസ്കഷനിലിരിക്കുകയാണ്. അപ്പോഴും ഇപ്പോൾ അരുണിൻ്റെ ഒരു പരിപാടിയെന്നും പറഞ്ഞ് 2-3 പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ വന്നത്. എനിക്ക് ഇതിനകത്ത് അഭിപ്രായം പറയാൻ എൻ്റേതായ അഭിപ്രായമുണ്ട്. ഞാൻ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടതെന്ന് പറഞ്ഞാൽ സിനിമാ സംഘടനകളുടെ മൗനമാണ്. അത് മൗനം പാലിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇത് സിനിമയെ പറ്റിയുള്ളൊരു വിഷയമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ എനിക്ക് എന്റേതായ സ്റ്റാൻഡ് ഉണ്ട്. ഇതിപ്പോ പറയുന്നവർക്കെതിരായിട്ട് അവരുടെ പിന്തുണയ്ക്കുകയും ചെയ്തു. നിഷാദ്, ഞാൻ ഒന്ന് സി ഷുക്കൂറിലേക്ക് കൂടി പോയി വരാം. നടനും അഭിഭാഷകനുമാണ് അഡ്വക്കേറ്റ് സി ഷുക്കൂർ. അഡ്വക്കേറ്റ് സി ഷുക്കൂർ, 3 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, ഈ സിനിമ തീവ്രവാദത്തെ ന്യായീകരിക്കുകയാണ് എന്ന് RSSന്റെ മുഖപത്രം 5ാമത്തെ ലേഖനം എഴുതിയിരിക്കുന്ന ഒരു വേളയിലാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. ഒപ്പം സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. സുരേഷ് ഗോപി പറയുന്നത് ഇതെല്ലാം ഈ ജനങ്ങളുടെ മനോനിലയെ ഇളക്കി വിട്ടുകൊണ്ടുള്ളൊരു ബിസിനസ് തന്ത്രമല്ലേ എന്നാണ് പറയുന്നത്. ഒരു ബിസിനസ് ടാക്ടിക്സ് ആണ് എന്നാണ് പറയുന്നത്. നമ്പർ 3, ഈ സിനിമ യഥാർത്ഥത്തിൽ ഒരു മുന്നറിയിപ്പാണ് എന്ന മട്ടിൽ ആളുകൾ ഇതിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഇടപെടലിന് 24 കട്ടാണ്. അതിൽ 7ഓളം കട്ടുകൾ ബാബു ബജരംഗി എന്ന പേരുമാറ്റി ബൽരാജാക്കാൻ, 4ഓളം കട്ടുകൾ ആ നരോദ പാർട്ടിയിൽ നടന്ന ക്രൂരമായ ബലാത്സംഗത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും ദൃശ്യങ്ങൾ മായ്ക്കാൻ. ഈ ദൃശ്യങ്ങൾ എത്ര മായ്ച്ചാലും, ഈ വില്ലൻ്റെ പേര് എത്ര മ്യൂട്ട് ചെയ്താലും, ഈ സിനിമയും അത് ഉയർത്തിവിട്ടിയ വിവാദങ്ങളിലും ഈ ചരിത്രം മുഴങ്ങിക്കൊണ്ടേയിരിക്കില്ലേ അഡ്വക്കേറ്റ് സി ഷുക്കൂർ? തീർച്ചയായും. ഈ നേരത്തെ പാനൽ ചർച്ചയിൽ പങ്കെടുത്ത സുഹൃത്ത് നിഷാദും അതുപോലെ തന്നെ ആർഷൊക്കെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചരിത്രത്തെ നമുക്ക് മായ്ച്ചു കളയാൻ കഴിയില്ല. നമ്മൾ പുതിയ ചരിത്രം എഴുതേണ്ടി വരും. ഇപ്പം ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആശിഷ് കേദൻ എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തനായ ഒരു ജേർണലിസ്റ്റിൻ്റെ ജീവൻ പണയപ്പെടുത്തിയുള്ള റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ നരോദ് പാർട്ടിയ കേസ് ശിക്ഷിക്കപ്പെടുന്നത്. നമുക്കറിയാലോ, നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പ് 27 പ്രകാരം എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനായിട്ട് അത് സെഷൻസ് കോടതി കണക്കാക്കുകയും ഈ സ്റ്റിംഗ് ഓപ്പറേഷനിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കോടതി തെളിവ് നിയമത്തിനനുസരിച്ച് തെളിവായി എടുത്തിട്ടാണ് മായ കൊണ്ടാനെയും ബജ്രംഗിയെയും ശിക്ഷിക്കുന്നത്. അത് ഇന്ത്യ ചരിത്രത്തിലെ അപൂർവ സംഗതികളാണ്. ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ആ ഇൻവെസ്റ്റിഗേഷനിൽ പെടാത്ത ആൾക്കാർ, ഇപ്പോൾ സാധാരണഗതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് പോലീസ് ഓഫീസർമാരാണ് ക്രൈം രജിസ്റ്റർ ചെയ്താൽ. അങ്ങനെ ക്രൈം രജിസ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഓഫീസർമാർ നടത്തുമ്പോൾ അതിന് സമാന്തരമായി വേറൊരു ഭാഗത്ത് ഈ തെഹൽക്കയുടെ ആശിഷ് കേദൻ എന്ന് പറയുന്ന ജേർണലിസ്റ്റ്, അതാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മയിൽ പറയുന്നതാണ്, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അരുൺ തിരുത്താം. ആശിഷ് കേദൻ എന്ന് പറയുന്ന അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഗുജറാത്തിലേക്ക് പോയി അവിടുന്ന് ഈ പ്രധാനപ്പെട്ട ഈ ക്രൈമിൽ ഇൻവോൾവ് ചെയ്തായ ഓരോരുത്തരെയും ഈ ആശിഷ് കേദൻ എന്ന് പറയുന്ന ഞാനൊരു VHP-കാരനാണ്, എൻ്റെ നാട്ടിൽ ഇതുപോലെ നടപ്പാക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പറഞ്ഞ് മുഴുവൻ കാര്യങ്ങളും ചെയ്തത് എണ്ണി പറയുകയും അത് ദിവസങ്ങളോളം അദ്ദേഹം വീഡിയോഗ്രാഫ് ചെയ്യുകയാണ്. ആ സ്റ്റിംഗ് ഓപ്പറേഷനിൽ വീഡിയോഗ്രാഫി ചെയ്തത് കോടതി മുമ്പാകെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഹാജരാക്കുകയും അത് തെളിവ് നിയമത്തിൻ്റെ ഭാഗമായി ഉൾക്കൊണ്ടുകൊണ്ട് അവർ നിഷേധിച്ചാൽ പോലും ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എന്ന നിലയിൽ ഒരു ജുഡീഷ്യൽ ഓഫീസർ മുമ്പാകെ രേഖപ്പെടുത്തുന്ന രേഖപ്പെടുത്തുന്ന കുറ്റസമ്മത മൊഴിയായി കണക്കാക്കി അവർ ശിക്ഷിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇന്ത്യ ചരിത്രത്തിൽ പോലും അപൂർവമായ സംഗതിയാണ്. നമ്മൾക്കറിയാം, ഈ അഭിഭാഷകർക്കറിയാം സെക്ഷൻ 27 പ്രത്യേകത എന്താണ്, അത് എങ്ങനെയാണ് തെളിവ് നിയമത്തിൽ ബാധിക്കുന്നത്. അത് പോലീസ് ഓഫീസർമാർക്ക് മുമ്പാകെ കൊടുത്താൽ തെളിവ് നിയമത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ പോലീസ് ഓഫീസർ അല്ലാത്ത ഒരാളുടെ മുമ്പാകെ ഒരാൾ കൺഫെഷൻ പറയുകയും ആ കൺഫെഷൻ വീഡിയോ റെക്കോർഡിൽ ഏർപ്പെടുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ആ പ്രധാനപ്പെട്ട നരോദ് പാർട്ടിയിലെ മന്ത്രിയായിരുന്ന മായ കൊണ്ടാനെയും ബജ്രംഗിയും ശിക്ഷിക്കുന്നത്. അതൊരു ചരിത്രമാണ്. ഇതിപ്പോൾ നേരത്തെ നിഷാദും ആർഷവും സൂചിപ്പിച്ചതുപോലെ നമ്മൾ 2000-നോ അതിനുശേഷമോ ജനിച്ച തലമുറയിൽപ്പെട്ട പലരും ഈ 2002 കലാപം എന്താണെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് അറിയില്ലായിരുന്നു. നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ കൃത്യമായി ഈ സിനിമ വരുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ സിനിമയിൽ ലാൽ സാറും ഖേദം പ്രകടിപ്പിച്ചത് ഒരു തെറ്റായിട്ട് പോലും കാണാത്ത ഒരാളാണ് ഞാൻ. ഒരു സിനിമാ പ്രവർത്തകൻ എന്നതിൽ അതിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളെന്നതിൽ ലാലേട്ടൻ കാണിച്ചത് വിവേകപരമായ സമീപനമാണ്. അദ്ദേഹം കേരളത്തിൻ്റെ പൊതുസ്വത്താണ്. ഈ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല, ഏതെങ്കിലും ഗാങ്ങിൻ്റെ ഭാഗമല്ല, മുഴുവൻ മലയാളിയുടെ അഭിമാനമായ ഒരാളാണ് ശ്രീ മോഹൻലാൽ. അദ്ദേഹം പറയുന്ന വാക്ക്, അദ്ദേഹം അതിൽ ആ തിരക്കഥയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ അദ്ദേഹം പറയുന്നില്ല.
അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാൽ അദ്ദേഹം സമ്മതിക്കുന്നില്ല. മറിച്ച് ആ സിനിമ കൊണ്ട് ആർക്കെങ്കിലും വിഷമം ഉണ്ടായെങ്കിൽ അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നത് പറയുന്നത് ഉയർന്ന ജനാധിപത്യ ബോധത്തിന്റെ ഭാഗമായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പൊതുസ്വത്താണ്. ഏതെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ ഈ സിനിമയെ പിന്തുണച്ചവർക്കുള്ള ഒരു തിരിച്ചടിയായിരുന്നു എന്നുള്ളതാണ്. കാരണം ആ ഖേദപ്രകടനത്തിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു. എന്തിനാണ് ഖേദം? ഈ ബാബു ബജറംഗി എന്ന് പറയുന്ന ഒരു കൊടും ഭീകരനെ എക്സ്പോസ് ചെയ്യുന്നതിൽ ഖേദിക്കുന്ന മനസ്സുകളുണ്ടെങ്കിൽ അവരോട് ഐക്യപ്പെടുന്നത് ശരിയാണോ ഷുക്കൂർ? അത് ഡോക്ടർ അരുൺ കാണുന്ന ഒരു കാഴ്ചപ്പാടിലല്ല ഞാൻ അതിനെ കാണുന്നത്. നേരെ മറിച്ച് അദ്ദേഹം അത് ഖേദം പ്രകടിപ്പിക്കാതെ ഒരു ഫൈറ്റിൻ്റെ മൂഡിലേക്ക് സംഗതി മാറിക്കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടത്തിലേക്കാണ് സമൂഹത്തെ നയിക്കുക. നേരെ മറിച്ച് അദ്ദേഹം ആ സിനിമയിലെ കണ്ടന്റ് പിൻവലിക്കുന്നില്ല. മീൻസ് ആ സിനിമയിൽ പറഞ്ഞ വസ്തുതാപരമായ കാര്യങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നില്ല. ആ തിരക്കഥ ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി വന്ന അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ പറയുന്നത് ലാൽ സാർ മുഴുവൻ കഥയും കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് അത് അഭിനയിച്ചത്. അതിലെ കണ്ടന്റ് അദ്ദേഹം പിൻവലിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം പറയുന്നത് ആ സിനിമ കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടായിട്ടെങ്കിൽ ആ വിഷമം ഉണ്ടായ സംഗതിയിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കും, മാപ്പ് പറയുകയല്ല ചെയ്ത്. ആ വാക്ക് ഖേദം പ്രകടിപ്പിക്കുന്ന സോറി പറയുന്നതും അപ്പോളജി പറയുന്നതും രണ്ടായി കാണുന്നതാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം മാപ്പ് പറയുകയല്ല ചെയ്തത്. അദ്ദേഹം ആ വിഷയത്തിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടേ ഇല്ല. അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ആ വാക്ക് അദ്ദേഹം സൂക്ഷ്മതയോടെ ഉപയോഗിച്ചു. മാത്രമല്ല നമുക്കിപ്പം വളരെ പേഴ്സണലായിട്ട് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കേണ്ട എന്ന് വാശിയിൽ പറയാം. പക്ഷേ അദ്ദേഹം ഉയർന്ന ബോധത്തിൽ കാര്യങ്ങൾ കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ശ്രീ പൃഥ്വിരാജും ലാൽ സാറും അതുപോലെ തന്നെ മുരളി ഗോപിയൊക്കെ ഉയർത്തിവിട്ട കാര്യങ്ങൾ അതിനി ഖേദം പ്രകടിപ്പിച്ചാലും മാപ്പ് പറഞ്ഞാലും സിനിമ പിൻവലിച്ചാൽ പോലും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അത് പുറത്തു പറയാൻ അവർ കാണിച്ച ആർജവത്തെ നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളോ അതല്ല അങ്ങ് പറയുന്നത് പോലെ ഉയർന്ന ചിന്തയുടെ ഭാഗമോ ഒക്കെ ആവട്ടെ. പക്ഷേ താങ്കൾ പറയുന്നത് പോലെ ആ സിനിമ ഉയർത്തിവിട്ട ചർച്ചയും ഉയർത്തിവിട്ട വെളിച്ചവും അല്ലെങ്കിൽ തെളിച്ചുവിട്ട വെളിച്ചവും ഈ സമൂഹത്തിൽ നിലനിൽക്കുമെന്നുള്ളതാണ്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. നമുക്കിപ്പം മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ വിജയകുമാർ. മിഥുൻ, താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ ഭാഗത്തേക്ക് താങ്കൾക്ക് വരാം, ഈ NIA-യുമായി ബന്ധപ്പെട്ട കാര്യം. അതിനു മുൻപ് ഇവിടെ നമ്മളുടെ സഹപാനലിസ്റ്റുകൾ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഈ സിനിമ അതിൻ്റെ രാഷ്ട്രീയ ദൗത്യം നിറവേറ്റിയിരിക്കുന്നുവെന്നാണ് ഷുക്കൂർ പറയുന്നത് പോലെ. അത് ഉയർത്തിവിട്ട ആശയം ആ സിനിമ പിൻവലിച്ചാൽ പോലും സമൂഹത്തിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ നിഷാദ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗോദ്ര സംഭവം നരോദ പാർട്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ അന്ന് ജനിച്ച കുട്ടിക്ക് ഇന്ന് 23 വയസ്സ് പ്രായമുണ്ടാവും എന്ന് പറഞ്ഞാൽ 2K-യിൽ ജനിച്ച കുട്ടികളിൽ പലരും 2010-ലോ അല്ലെങ്കിൽ 2005-ലോ ഇതിനു ശേഷമോ ജനിച്ച കുട്ടികൾക്ക് ഗോദ്ര ഒരു അകലെയുള്ള സംഭവമാണെങ്കിൽ ഇന്നവർ ഇൻ്റർനെറ്റിലൂടെ തെരഞ്ഞെടുത്ത് വായിച്ചു പഠിക്കുന്നു. എന്താണ് ഗോദ്ര, എന്താണ് നരോദ പാട്യ, എന്താണ് അഹമ്മദാബാദ് റയട്ട്, ആരാണ് ബിൽക്കിസ് ബാനു, ആരാണ് PP പാണ്ഡെ, ആരാണ് ഹിരൺ പാണ്ഡെ, ഏത് ആഭ്യന്തരമന്ത്രിയാണ് ഇതിന് ഉത്തരവിട്ടത്, ഏത് ആഭ്യന്തരമന്ത്രിയാണ് ബാബു ബജരംഗിയെ ഒളിവിൽ ഒളിപ്പിച്ചത്. നേരത്തെ പറഞ്ഞ ആശിഷ് ഖേതൻ എന്ന് പറയുന്ന തെഹൽക്കയുടെ മാധ്യമപ്രവർത്തകന്റെ പുസ്തകം ചിലർ തിരഞ്ഞെടുത്ത് വെച്ച് വായിക്കുന്നു. അത് പ്രസിദ്ധീകരിച്ച കാരവൻ ആർട്ടിക്കിൾ വായിക്കുന്നു. ഇത് സംഘപരിവാറിനെ എക്സ്പോസ് ചെയ്തു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മിഥുൻ വിജയകുമാർ, ഈ സിനിമ ചുരുങ്ങിയ സമയം കൊണ്ട്, ചുരുങ്ങിയ പക്ഷം BJP നേതാവ് ഗോപാലകൃഷ്ണൻ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടല്ലോ, അമ്മായിയമ്മ മരുമകളെ നിലയ്ക്ക് നിർത്തണമെന്ന് സുപ്രിയ എന്ന് നമ്മളുടെ പൃഥ്വിരാജിന്റെ ഭാര്യയെ ചൂണ്ടി പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇതാണ് നിങ്ങളുടെ മനസ്സിരിപ്പല്ലേ എന്ന് 2K-യിലെ കുട്ടികൾ ചോദിച്ചു തുടങ്ങിയത് ഈ സിനിമയുടെ വിജയമല്ലേ മിഥുൻ? അരുൺ, ഈ രാജ്യത്ത് ജനിക്കുന്ന കുട്ടികൾ 2K കുട്ടികളൊന്നും നമ്മുടെ ചരിത്രം അറിയാതെ ജീവിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹവുമില്ല. ഈ സിനിമയ്ക്ക് ചരിത്രം പഠിക്കാൻ അവരെ പ്രേരിപ്പിക്കാൻ സാധിച്ചുവെങ്കിൽ വളരെ നല്ല കാര്യം. അവർ ചരിത്രം പോലെ പഠിക്കട്ടെ, അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കട്ടെ, എവിടെ നിന്ന് തുടങ്ങി എന്ന് മനസ്സിലാക്കട്ടെ, റയറ്റ്സ് പൊട്ടിമുളയ്ക്കാൻ കാരണം എന്താണെന്ന് മനസ്സിലാക്കട്ടെ, എല്ലാം അവർ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കട്ടെ. അത് നല്ല കാര്യം തന്നെ. അതിപ്പോ മാറാട് സംഭവമാണെങ്കിലും 1984 സിഖ് റൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ സിഖ് റൈറ്റ്സ് ആണെങ്കിലും ഈ പറയുന്ന പോലെയുള്ള ഗോദ്ര ഇൻസിഡന്റ് ആണെങ്കിലും മുസഫർപൂർ റൈറ്റ്സ് ആണെങ്കിലും മറ്റേത് റൈറ്റ് ആണെങ്കിലും അവർ അതിനെക്കുറിച്ച് വായിക്കട്ടെ, ബംഗാൾ കില്ലിങ്സ് ആണെങ്കിൽ അവരത് വായിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾ അറിഞ്ഞിരിക്കണം. അത് 2K കുട്ടികൾ ഇതൊന്നും അറിയാൻ പാടില്ല. ഈ സിനിമ ഒരു ഗോദ്ര ഇൻസിഡന്റിനെ എക്സ്പോസ് ചെയ്തു അതുകൊണ്ട് അവർ അവെയർ ആയി എന്നൊന്നും വിചാരിക്കേണ്ട. അവർക്ക് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്. അവരൊക്കെ വളരെ അവെയർ ആണ്. ഹിസ്റ്ററി ബുക്കിൽ ഈ ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്തു. താങ്കൾ അറിഞ്ഞില്ലേ, NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇതിനെ പരാമർശിക്കുന്ന ഒരു ഭാഗവും ഇല്ലെന്ന് മാത്രമല്ല, ഗാന്ധിവധം എന്തിന് NCERT-യിലെ +2 സ്റ്റുഡന്റിലെ ഹ്യൂമാനിറ്റീസ് പഠിക്കണം എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചത്. മിഥുൻ,
ചരിത്രത്തെ പേടിയാണ് കേട്ടോ BJP സംഘപരിവാർ. പ്ലസ് ടു അത് ഡീറ്റെയിൽഡ് ആയി കവർ ചെയ്യുന്നുണ്ടായിരുന്നു. താങ്കൾ ടെക്സ്റ്റ് ബുക്സ് എടുത്ത് വായിക്കാത്തത് കൊണ്ടാണ് ചില ഭാഗങ്ങൾ ചില ക്ലാസ്സസ് റിമൂവ് ചെയ്തത്. അത് മറ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. അതിന് അത്ര വലിയ കാര്യമൊന്നും കണ്ട ആവശ്യമില്ല. ഹിസ്റ്ററി പോലെ തന്നെ അവിടെ ഇരിക്കും, എല്ലാ കാലത്തും ഉണ്ടാകും. ഗോദ്രയുടെ തുടക്കം എന്താണ്, ഗോദ്രയുടെ അവസാനം എന്താണ്, നമുക്ക് കുട്ടികൾ പഠിക്കട്ടെ, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ ഈ സിനിമ കൊണ്ട് എന്തോ ഭയങ്കര മൈലേജ് കിട്ടിയെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഗോദ്രയെ പോലെ തന്നെ കാണണം. ഈ സിനിമ ഉദ്ദേശിച്ചൊരു കാര്യം ഇവിടെ താങ്കൾ പറഞ്ഞല്ലോ, അതിന്റെ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്തു. പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് അല്ല, അവരുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്തു, അവരുടെ റവന്യൂ ടാർഗറ്റ്സ് മീറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇവിടെ ശ്രീ ആർഷോ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പോയി. അതായത് എന്താ വർഗീയത. ആർഷോയുടെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതായത് താങ്കൾ 24 കട്ടിനെ ന്യായീകരിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ? അല്ല, അത് 24 അൺഇന്റൻഷണൽ കട്ട്സ് ആണല്ലോ. അപ്പൊ അത്രയും അൺഇന്റൻഷണൽ ആയ ഒരു സിനിമ എടുത്തു, വളരെ നിഷ്കളങ്കമായ ഒരു സിനിമ എടുത്തിട്ട് ഇപ്പോൾ അൺഇന്റൻഷണൽ ആയിട്ട് 24 കട്ടിലേക്ക് പോകുന്നു. അപ്പം പബ്ലിക് സെന്റിമെന്റിനെ ഹേർട്ട് ചെയ്യുക എന്നത് വളരെ എന്താ പറയുക ക്ലിയർ ഇന്റൻഷൻ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് വാക്കിനോട് ഞാൻ യോജിക്കില്ല മിഥുൻ. ഈ ബാബു ബജ്രംഗിയെ പോലെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഹട്ടാവുന്ന ഒരു സെന്റിമെന്റ് പബ്ലിക് സെന്റിമെന്റ്സ് അല്ല, അതൊരു ക്രിമിനൽ സെന്റിമെന്റ് ആണ്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, കമ്മ്യൂണൽ സെന്റിമെന്റ് ആണ്. ഈ വിഷയം കത്തുന്നത് കേരളത്തിൽ മാത്രമാണ്. ഇന്ന് തമിഴ്നാട്ടിൽ നോക്കൂ, അവിടുത്തെ കർഷക യൂണിയൻ അവര് മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും പോസ്റ്റർ വെച്ചിട്ട് ചെരുപ്പ് കൊണ്ട് അടിച്ചിട്ടാണ് പ്രതിഷേധിക്കുന്നത്. അവർക്ക് എന്താണ് കേരളവുമായിട്ട് ബന്ധം? അപ്പൊ ഈ കഥ ഇതൊരു എന്താ പറയാ പ്രോപ്പഗാൻഡ മൂവി ആണെന്നുള്ളത് എല്ലാ സംസ്ഥാനത്തിലെ ആളുകൾക്കും മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രൊട്ടസ്റ്റുകളൊക്കെ താങ്കൾ കാണുന്നത്. ഇത് കേരളത്തിൽ മാത്രം ചുരുങ്ങിയ ഒരു സംഘപരിവാർ പ്രൊട്ടസ്റ്റ് ഒന്നുമല്ല. തമിഴ്നാട്ടിലെ കർഷകർ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. ഇത് താങ്കളുടെ പോലും ചാനൽ വാർത്തയടിക്കുന്നതാണല്ലോ. അപ്പം ഇതൊന്നും കാണുന്നില്ലേ? ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുക, ഏത് സിനിമ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ എന്തെങ്കിലും പ്രൊട്ടസ്റ്റ് വരുന്നുണ്ടെങ്കിൽ, ഒരു പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിന്റെ ഒരു സെന്റർ റൈറ്റിൽ നിൽക്കുന്ന ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മൊത്തം സംഘപരിവാറിലേക്ക് അട്രിബ്യൂട്ട് ചെയ്യുക. അങ്ങനത്തെ ഒരു തരം താഴ്ന്ന ഒരു പൊളിറ്റിക്കൽ ഗെയിമാണ് ഇവിടെ ഇപ്പം CPIM കളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആർഷോയ്ക്ക് ഓർഗനൈസറിൽ വന്നിരിക്കുന്ന ലേഖനത്തിന്റെ തുടർച്ച കൂടിയാണ്. നമ്മളത് കണ്ടില്ലെന്ന് നിൽക്കാൻ കഴിയില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ വയറൊരു കാര്യം എഴുതി കഴിഞ്ഞാൽ അത് വലിയ വേദവാക്യമാണ്. അല്ലെങ്കിൽ ലെഫ്റ്റ് ലിബറൽ ആയിട്ടുള്ള ന്യൂസ് മിനിറ്റ് ഒക്കെ എന്തെങ്കിലും ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ അത് വേദവാക്യമാണ്. ഓർഗനൈസർക്ക് ഒരു ഒപ്പീനിയൻ പീസ് എഴുതാൻ പറ്റില്ലേ? ഓർഗനൈസർക്ക് ഒപ്പീനിയൻ പീസ് എഴുതണമെങ്കിൽ ഇവിടുത്തെ ലെഫ്റ്റ് ലിബറൽസിന്റെ അപ്രൂവൽ വേണോ? അപ്പൊ അവർക്ക് അവരുടെ ഒപ്പീനിയൻ പീസ് എഴുതാം. ഏത് സിനിമയെ കുറിച്ചും ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എഴുതാൻ പറ്റും. അവർക്ക് അവരുടെ ഒപ്പീനിയൻ എത്രത്തോളം സിവിലൈസ്ഡ് ആയിട്ട് എഴുതാൻ പറ്റുന്നു അത് ഇറ്റ്സ് ആക്സെപ്റ്റബിൾ. അതിലൊരു കുഴപ്പമില്ല. ഓർഗനൈസറിന്റെ ഒപ്പീനിയൻ പീസ് എല്ലാ കാലത്തും എഴുതാം. ന്യൂസ് മിനിറ്റിന് എഴുതാം, ഈ പറഞ്ഞ പോലെ വയറിന് എഴുതാം, അല്ലെങ്കിൽ സ്ക്രോളിന് എഴുതാം. ഇവർക്കൊക്കെ എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെ ഇതിനെ എന്താ പറയുക ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അതിനും കൂടെ അക്സെപ്റ്റ് ചെയ്യണം. ഞങ്ങൾ വിമർശനങ്ങളെ ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ കേരള സ്റ്റോറിയിൽ ഏതെങ്കിലും ഒരു നായകനെതിരെ, ആ കേരള സ്റ്റോറിയിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിനെതിരെ ആരെങ്കിലും സൈബർ ലിഞ്ചിങ് നടത്തിയോ? അതിലെ ആശയങ്ങളല്ലേ നമ്മൾ ചർച്ച ചെയ്തത് മിഥുൻ? ഇവിടെ ഏതെങ്കിലും ഒരു തിയേറ്ററിന് നേരെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായോ? ഏതെങ്കിലും തരത്തിൽ ഈ സിനിമയെ തടയാൻ നോക്കി? ഇതിനെ ബാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടോ? ഇവിടെ നേരത്തെ ശ്രീ നിഷാദ് തന്നെ സൂചിപ്പിച്ചല്ലോ, ഒരു BJPയുടെ പ്രവർത്തകൻ ഒരു കേസ് നൽകി എന്നതിന്റെ പേരിൽ BJP തന്നെ അയാളെ സസ്പെൻഡ് ചെയ്തു. അപ്പൊ അതാണ് അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. ഇവിടെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ പ്രതികരണമാണ്. അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യൂ. ഇറ്റ്സ് എ പബ്ലിക് സെന്റിമെന്റ്. അതിനെ നിങ്ങൾ ഹേർട്ട് ചെയ്തു. അത് അക്സെപ്റ്റ് ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. പിന്നെ ഇവിടെ എനിക്ക് ആർഷോയ്ക്ക് മറുപടി കൊടുക്കണം. അരുൺ എനിക്ക് ടൈം അനുവദിച്ചു തരണം അതിന്. ഇവിടെ TP51 എന്ന സിനിമ എടുത്ത ഡയറക്ടർ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മനസ്സിലാക്കുന്ന മൊയ്തു താഴ്ത്തുന്നതാണ്. താങ്കളുടെ ചാനലിൽ തന്നെ അദ്ദേഹം കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, രാത്രിയിൽ ഈ സിനിമ ഇറങ്ങിയത് ഒരു വലിയ പ്രശ്നമായി. അന്ന് അയാൾക്ക് ഈ എന്താ പറയുക നട്ടപ്പാതിരാക്കി പനിച്ചു കിടക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വീട് വിട്ടിറങ്ങേണ്ട അവസ്ഥയായിരുന്നു ആ TP51 എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത് കൊണ്ട് മാത്രം. പിന്നെ ഇവിടെ കേരള പോലീസിന്റെ ആക്ട് 2011 ആക്ട് അത് അമെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡിനൻസ് കൊണ്ടുവരാൻ ശ്രമിച്ച പാർട്ടി ഏതാണ്? സെക്ഷൻ 118A ഇൻസേർട്ട് ചെയ്തുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ നോക്കിയ പാർട്ടി ഏതാണ്? ഇവിടെ വന്നിരുന്നു കൊണ്ട് ഫാസിസം അത് ഇതെന്നൊക്കെ പറയുമ്പോൾ ഈ ആർഷോയ്ക്ക് കുറച്ചൊരു ഉളുപ്പ് വേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. ഞാൻ ചരിത്രത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് ഒരുപാട് ചരിത്രം പറയാൻ വലിയ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ബംഗാളിന്റെ ആത്മാവ് എന്നറിയപ്പെടുന്ന ഉത്തം കുമാറിനെ പോലുള്ള നടന്മാരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയും അപമാനിക്കുകയും അദ്ദേഹത്തെ ഒരു ബൂർഷാ ചാപ്പ കുത്തിക്കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കരിയർ നശിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷൻ നശിപ്പിക്കുകയും അദ്ദേഹം മരിച്ചിട്ട് പോലും ഒരു റീത്ത് വെക്കാൻ പോലും ഒരു തയ്യാറായിരുന്നില്ല. അങ്ങനത്തെ പാർട്ടിയാണ് ഇവിടെ വന്നുകൊണ്ട് ഈ പറയുന്ന പോലെ എമ്പുരാന് വേണ്ടിയിട്ട് വലിയ അട്ടഹാസം നടത്തുന്നത്. മൃണാൽ സെന്നെ പോലുള്ളവര്, ഗൗതം ഘോഷിനെ പോലുള്ളവര്, ഇവരുടെയൊക്കെ സിനിമയുടെ പ്ലോട്ട് പോലും അവർ പലപ്പോഴും 10 തവണ ആലോചിച്ചുകൊണ്ടാണ് സെറ്റ് ചെയ്തത്. ഇതിനെയൊക്കെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ വേണം ആർഷോ നമ്മൾ സംസാരിക്കുക. അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരു എമ്പുരാനെ വന്ന് പറഞ്ഞങ്ങ് ന്യായീകരിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല.
ഇവിടെ വർഗീയതയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഗോത്രയെക്കുറിച്ച് വലിയ ചർച്ച നടത്തുന്നുണ്ടല്ലോ. ബംഗാൾ നിയമസഭയിൽ ബുദ്ധദേവ് ഭട്ടാചാര്യ 1997 പറഞ്ഞൊരു സ്പീച്ച് ഉണ്ട്. അതില് 1977-നും 96-നും ഇടയിലുള്ള പൊളിറ്റിക്കൽ മേഡേഴ്സിന്റെ കണക്ക് മാത്രം പറഞ്ഞതാണ്. 28,000 പൊളിറ്റിക്കൽ മേഡേഴ്സ് ആണ് CPM-ന്റെ ഭരണകാലത്ത് അവിടെ നടന്നിട്ടുള്ളത്. അതിൽ കൂടുതലും കൊല്ലപ്പെട്ടത് മറുഭാഗത്തുള്ള പാർട്ടിയിലെ ആളുകളാണ്. ഈ ഗാർബേട്ട സ്കെലട്ടൻ കേസ് എന്ന് അരുൺ കേട്ടിട്ടുണ്ടാവല്ലോ, ഒരു പക്ഷേ ആർഷാദ് കേട്ടിട്ടുണ്ടാവില്ല. ആർഷാദ് വായിക്കണം, കാരണം തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ജീവനോടെ കുഴിച്ചു മൂടിയ സംഭവമാണത്. അതിൽ CPM ലെജിസ്ലേറ്ററുടെ വീട്ടിൽ നിന്നാണ് പിന്നീട് ഈ പറയുന്ന പോലെ അന്വേഷണം നടക്കുമ്പോൾ, ഡിഗിങ് നടക്കുമ്പോൾ അവരുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. അങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ഈ രാജ്യത്ത് എന്താ പറയുക, ആളുകളുടെ എതിരഭിപ്രായം പറയുന്നവരെ അടിച്ചമർത്തിയ ക്രിയേറ്റീവ് ഫ്രീഡം ഇതൊന്നും തന്നെ ഇല്ലാതാക്കിയ ആ ആശയം തന്നെ ഏത് രാജ്യത്തെടുത്ത് നോക്കിയാലും ക്രിയേറ്റീവ് ലിബർട്ടി ഇല്ലാതാക്കുന്ന ഒരു ആശയമാണ്. അത് കേരളത്തിൽ പോലും എക്സ്പെരിമെന്റ് ചെയ്യാൻ അവർ നോക്കി, കേരള പോലീസ് ആക്ട് അമെന്റ് ചെയ്തുകൊണ്ട്. പക്ഷെ അത് നടന്നില്ല, വലിയ ബാക്ക്ലാഷ് ഉണ്ടായി, അതുകൊണ്ട് പിൻവലിക്കേണ്ടി വന്നു. അവരാണ് ഇന്ന് ഇവിടെ വന്നിട്ട് എമ്പുരാനെ ന്യായീകരിക്കാൻ നോക്കുന്നത്. നാണമുണ്ടോ? കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിക്കാന്ന് പറഞ്ഞപ്പോ അത് എന്ത് വില കൊടുത്തും തടയുമെന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇവിടെ വന്നിട്ട് എമ്പുരാന് വേണ്ടിയിട്ട് ന്യായീകരിക്കുന്നത്. പിന്നെ ഗോത്ര സംഭവം നമ്മുടെ ഹിസ്റ്ററിയിൽ ഒരു കാര്യമാണ്, അതാരും എഴുതി തള്ളുന്നില്ല, അതിനെക്കുറിച്ച് ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഹിസ്റ്ററി ആയിരിക്കട്ടെ, ഹിസ്റ്ററിയിലെ ചില ചോദിക്കട്ടെ, അതിനെതിരഭിപ്രായമില്ല എന്ന് മിഥുൻ വിജയകുമാർ ഇങ്ങനെ പറയുമ്പോൾ പിന്നീട് എന്തിനാണ് ഇങ്ങനൊരു സമ്മർദ്ദം ഈ വില്ലന്റെ കഥാപാത്രത്തിന്റെ പേര് മാറ്റാനും NIA-യുടെ പേര് മ്യൂട്ട് ചെയ്യാനും ഒക്കെ ഇടയാക്കുന്നൊരു സമ്മർദ്ദമേറുന്നത്? ആ സമ്മർദ്ദം നിഷ്കളങ്കമായൊരു സമ്മർദ്ദമായിട്ടാണോ മിഥുൻ ഇപ്പോഴും കണക്കാക്കുന്നത്? നമുക്ക് ഗാർബേട്ടയുടെ കാര്യം പറയാം. ഗാർബേട്ടയിൽ ശരിയാണ്, അങ്ങ് പറഞ്ഞതുപോലെ ഒരു CPM മന്ത്രിയാണ് അന്ന് അറസ്റ്റ് ചെയ്യുന്നത്. ഞാനതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് ഞാൻ പോയിട്ടില്ല. പക്ഷേ ഞാൻ കേട്ടിരിക്കുന്നിടത്തോളം അന്നൊക്കെ വലിയ സംഘടനകൾ കോൺഗ്രസും CPM-ഉം തമ്മിൽ അവിടെ നടന്നിരുന്നു. അന്ന് നിങ്ങൾ നേരിട്ടൊരു കക്ഷിയല്ല അവിടെ. പിന്നീട് തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നു. പക്ഷേ അതിന് എങ്ങനെയാണ് ഒരു സിനിമയുടെ രംഗത്ത് 24 രംഗങ്ങൾ അതിൽ നിന്ന് വെട്ടിമാറ്റുക അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യുക എന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്? അതിനെ പബ്ലിക് സെന്റിമെന്റ്സിന്റെ പുറത്ത് അവർ നീക്കം ചെയ്തു എന്ന് നിഷ്കളങ്കമായി കാണാൻ കഴിയുന്നത് മിഥുൻ? ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് താങ്കൾക്ക് ആ കാര്യം ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇവിടെ ആവശ്യപ്പെട്ടോ? BJP ആവശ്യപ്പെട്ടോ? RSS ആവശ്യപ്പെട്ടോ? BJP-യുമായി ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും മുഖപത്രത്തിലുണ്ട് തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന സിനിമയാണോ? ഇന്നലെ ക്രിസ്ത്യൻ സമുദായം എന്തുകൊണ്ട് ഇളകുന്നില്ല എന്നാണ് ചോദിച്ചത്. നിങ്ങൾ എന്തിന് നിശബ്ദരായിരിക്കുന്നു എന്നാണ് ചോദിച്ചത് ഇന്നലെ. അരുൺ, അതിനെ ഒപ്പീനിയൻ പീസായി കണ്ടോളൂ. ഇവിടെ രാഖി രാമായണം നിലപാട് എന്ന് പറഞ്ഞു നടക്കുന്ന പൃഥ്വിരാജിനെ പോലൊരു നടൻ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? അദ്ദേഹം എന്തിനാ ഇത്ര ഭയപ്പെട്ട് എന്താ പറയാ ഈ പറഞ്ഞ പോലെ 24 കെട്ടിന് തയ്യാറാവുന്നത്? അദ്ദേഹത്തിന് കേരള മുഖ്യമന്ത്രിയുടെ സപ്പോർട്ട് പോലും ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അദ്ദേഹം ഭയക്കുന്നത്? ഇവിടെ ഇലക്ഷന്റെ കാര്യം വളരെ പറയട്ടെ, ഏതെങ്കിലും പാർട്ടി സമ്മർദ്ദം ചെലുത്തിയോ? ഏതെങ്കിലും വ്യക്തികൾ ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുസമൂഹത്തിൽ ഇറങ്ങിയോ? BJP ഏതെങ്കിലും തരത്തിൽ ഈ സിനിമയ്ക്കൊരു ബഹിഷ്കരണം ഏർപ്പെടുത്തിയോ? പിന്നീട് എന്തിനാണ് പൃഥ്വിരാജ് ഇതിനെ ഭയക്കുന്നത്? ഇത് സ്വയം തിരിച്ചറിവാണെന്നാണ് മിഥുന്റെ അഭിപ്രായം. PM ആഷു. അല്ല, ഇതിനകത്ത് ഒന്ന് ജനങ്ങളുടെ പ്രതിഷേധം എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ഇതിനുൾപ്പെടെയുള്ള സംഘപരിവാർ കേന്ദ്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്നുള്ളത് ഈ കഴിഞ്ഞ 4-5 ദിവസത്തിനകം സമീപകാലത്ത് അല്ലെങ്കിൽ കേരളം കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള വലിയൊരു ഹിറ്റിലേക്ക് ഈ ചലച്ചിത്രം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നാടിൻ്റെയും ഈ നാട്ടിലെ മനുഷ്യരുടെയും ഈ ചലച്ചിത്രം അല്ലെങ്കിൽ ഇത് മുന്നോട്ട് വെക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ സംവാദത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് നിലപാട് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ എല്ലാത്തിനും അപ്പുറത്തേക്ക് ഞാനിതിനകത്ത് പോസിറ്റീവായി കാണുന്നത് ഈ ഒരു സിനിമയുമായി അല്ലെങ്കിൽ ഈ ഒരു തിരക്കഥയുമായി ഈ ചിത്രം കൺവേ ചെയ്യുന്ന വിഷയങ്ങളുമായി ഈ ഒരു ടീം, പൃഥ്വിരാജിൻ്റെ നേതൃത്വത്തിലുള്ള ടീം കഴിഞ്ഞ 4-5 കൊല്ലമായി സഞ്ചരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഈ ഇന്ത്യക്കകത്ത് അവർ ആ ആശയവുമായി ഈ തിരക്കഥയുമായി ചലച്ചിത്രവുമായി സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതിനെ വളരെ പോസിറ്റീവായി കാണുകയാണ്. ഇനി നേരത്തെ ചർച്ചയിൽ പരാമർശിക്കപ്പെട്ടതുപോലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് മോഹൻലാൽ ഉൾപ്പെടെ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രതീക്ഷിതമൊന്നും ആയിരുന്നില്ല. അതിനകത്ത് നമുക്കൊക്കെ നിരാശയുണ്ട്, പക്ഷെ അത് അപ്രതീക്ഷിതമായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ആ നിലയിലല്ലാതെ ഒരു എന്താ പറയുക ഒരു ഓപ്പൺ ഫൈറ്റിലേക്ക് അവരെ പോലെയുള്ള കലാകാരന്മാർ ഇവിടെ നിൽക്കുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് അത് സാധ്യമാകുമോ? ഒരു പൊളിറ്റിക്കൽ ഇപ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്ന ഹീറോസൊക്കെ ജീവിതത്തിൽ ഹീറോ ആയിക്കൊള്ളണമെന്നില്ല, അവർക്ക് ആവാൻ കഴിയില്ല എന്നുള്ളതല്ല. സംഘപരിവാർ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഹീറോസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രകാശ് രാജുണ്ട്.
പ്രകാശ് രാജ് അത്തരത്തിലൊരു ഹീറോ ആയി മാറുന്നതിന് പുറകിൽ ഒരുപാട് കഥകളുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഉറ്റ സുഹൃത്തായിട്ടുള്ള ഗൗരി ലങ്കേഷിന്റെ ഉൾപ്പെടെ കൊലപാതകം, അതിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സമാനമായ നിലയിൽ നമ്മുടെ ചലച്ചിത്രങ്ങളിലെ ഹീറോസ് ജീവിതത്തിൽ ഹീറോസായി മാറും എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് വേണ്ടതില്ല. മറിച്ച് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ മുൻനിര പോരാളികളെ നേതൃത്വമാകുന്നത് ഈ പറഞ്ഞ പോലെ മോഹൻലാൽ ഉൾപ്പെടെ, പൃഥ്വിരാജ് ഉൾപ്പെടെ, മുരളി ഗോപി ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും എന്ന് കരുതിയിട്ടല്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് അതിന് സാധിക്കുമെന്ന് കരുതിയിട്ടല്ലല്ലോ ഈ പറഞ്ഞ പോലെ ഈ നാട്ടിലെ മനുഷ്യർ സംഘപരിവാരത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അവർക്ക് അവരാൽ സാധ്യമാകുന്ന നിലയിലേക്കുള്ള ഇടപെടൽ നടത്തി അതിനുള്ള മുഴുവൻ പിന്തുണയും ഈ നാടിനകത്തുള്ള ജനാധിപത്യ സമൂഹവും മതനിരപേക്ഷവാദികളും കൊടുത്തു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഗൗരവത്തിലുള്ള കാര്യമായി ഞാൻ കരുതുന്നത്. വിജയകുമാർ, വലതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് സി ഷുക്കൂർ, നടൻ സംവിധായകൻ എം.എ. നിഷാദ് ചർച്ചയിൽ ചേർന്നത്. Debate with Dr. Arun Kumar.